ഹായ് എവരി വൺ, എല്ലാവർക്കും ഫാൽക്കണക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റാണി റഷീദ്. ഇന്നത്തെ നമ്മളുടെ സെക്ഷൻ എന്ന് പറയുന്നത് UGC നെറ്റിന്റെ പേപ്പർ 1 വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടുള്ള യൂണിറ്റ് 9, അതായത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഭാഗത്തെ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ എഫോർട്സ് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ ആണ്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെയും സിലബസിലുള്ളതാണ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ എക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്. ഇപ്പൊ നമ്മളുടെ UPSC പോലുള്ള പ്രിലിംസിന്റെ സിലബസിൽ വരെ UPSC സിവിൽ സർവീസസിന്റെ പ്രിലിംസ് ഉള്ള ഒരു ടോപ്പിക്കാണ് എക്കോളജി എൻവയോൺമെന്റ്. ആ ഒരു എക്സാമിനും പേപ്പർ 2, അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ആ പേപ്പർ 2 വരെയും ഈ ഒരു എൻവയോൺമെന്റ് എക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഈ ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് എഫോർട്സ്, അതായത് എൻവയോൺമെന്റ് എക്കോളജി ബേസ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ക്ലാസ്സിലോട്ട് നോക്കാം. ആദ്യം നമ്മൾ സിലബസ് നോക്കുക. എന്താണ് ആദ്യമായിട്ട് ഈ ഒരു യൂണിറ്റ് കാണുന്നവരായിരിക്കും, ക്ലാസ് കേൾക്കുന്നവരായിരിക്കും. അപ്പൊ നമുക്ക് ആ സിലബസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. നമ്മളൊരു ഫസ്റ്റ് പാർട്ടായിട്ട് ഇതിന്റെ യൂണിറ്റ് 9ന്റെ ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ മിലേനിയം ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതുപോലെ പൊല്യൂഷൻ, ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ്, ഇമ്പാക്ട്സ് ഓഫ് പൊല്യൂട്ടൻസ്, നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ആ ഒരു ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾക്ക് നോക്കാനുള്ള എന്താണ് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ആൻഡ് എഫോർട്സ്. ഈ ഒരു പോർഷൻ ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ഓർ എഫോർട്സ്, മോൺട്രിയൽ പ്രോട്ടോകോൾ, റിയോ സമ്മിറ്റ്, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ് ആൻഡ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്, പക്ഷെ എപ്പോഴും പ്രീവിയസ്ലി നമ്മൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ചില ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കും. അത്തരത്തിലുള്ള ടോപ്പിക്സുകളൊക്കെയാണ് ഇത്. ഓക്കെ, നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ മൊത്തം സിലബസ് കവർ ചെയ്ത് നമ്മൾ ഒരു വലിയ റിസ്ക് എടുത്ത് പഠിക്കുന്നതിലും സ്മാർട്ട് വർക്കോട് കൂടി ഏതൊക്കെ പോർഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഓരോ ക്ലാസ്സസിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് പാരീസ് എഗ്രിമെന്റ്. ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഇന്റർനാഷണൽ ബൈൻഡിങ് ആണ്. പാരീസ് എഗ്രിമെന്റിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരുണ്ടായിരിക്കും, ഇല്ലാത്തവരുണ്ടായിരിക്കും. നോക്കിയേ, പാരീസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലീഗലി ബൈൻഡിങ് ഇന്റർനാഷണൽ ട്രീറ്റി ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ക്ലൈമറ്റ് ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ്. That was adopted by 196 countries at the Conference of the Parties. Conference of the Parties ആണ് COP21. എവിടെയാണ്? In Paris in December 12, 2015 and entered into force on November 4, 2016. ഡിസംബർ 12, 2015 പാരീസിൽ വെച്ച് 196 കൺട്രീസോളം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ് പാരീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് നിലവിൽ വരുന്നത്? entered into force on November 4, 2016. ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് എഫോർട്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇത് ചിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രീവിയസ് ഡേറ്റയുടെ അപ്ഡേഷൻ വെച്ചിട്ടായിരിക്കും. പക്ഷെ ഡേ ബൈ ഡേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് വരും. എപ്പോഴും എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്താണ്, ഇതൊക്കെ നമ്മൾ ഈ സൈറ്റുകളിൽ കയറി, ഇവരുടെ വെബ്സൈറ്റുകളിൽ കയറിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി പുതിയതായിട്ട് കൺട്രീസ് ആഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രീസ് ട്രീറ്റിയിൽ സൈൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് പുതിയതായിട്ട് അപ്ഡേഷൻസിൽ കിട്ടും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. എല്ലാ ക്ലാസ്സസിലും ഇതുപോലുള്ള സൈറ്റുകൾ, ട്രീറ്റീസ്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പറഞ്ഞ പോലെ സ്വയംപ്രഭ പോലുള്ള കേസസ്, പിന്നെന്താണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ICTs, റിസർച്ചിൽ ആപ്ലിക്കേഷൻസ് വരുന്നത്, അതൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള നോട്ട്സ് മാത്രം റെഫർ ചെയ്യരുത്. ഇതൊക്കെ ഓരോ ഡേ ബൈ ഡേ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അത് എപ്പോഴും നിങ്ങൾ എന്താണ് ഫോളോ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഇനി എന്താ ദ എഗ്രിമെന്റ് ഇന്റൻസ് ടു റെഡ്യൂസ്. എന്താണ് ഈ എഗ്രിമെന്റ് പറയുന്നത്? ഇറ്റ് ഇന്റൻസ് ടു റെഡ്യൂസ് ആൻഡ് മിറ്റിഗേറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ ഇത് കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക, അത് മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. ഇനി ദ മെയിൻ
മിറ്റിഗേറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിന്റെ ഇമ്പാക്റ്റ് എങ്ങനെ കുറയ്ക്കാം, അതിനൊക്കെയുള്ള സ്ട്രാറ്റജീസ്, മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്, ഇതൊക്കെ തന്നെയാണ് എന്ത് പാരീസ് എഗ്രിമെന്റ്. മെയിൻ ആയിട്ടും ക്ലൈമറ്റ് ചേഞ്ചിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ്. അതുപോലെ ഇറ്റ് റെഡ്യൂസ് ആൻഡ് മിറ്റിഗേറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. ഇനി ദ മെയിൻ ഗോൾ ഓഫ് ദ പാരീസ് ക്ലൈമറ്റ് അക്കോർഡ് ഈസ് ടു ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ്. അതായത് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുക. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ എന്താണ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ടു വെൽ ബിലോ എങ്ങനെയാണ് 2 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ പ്രിഫറബിളി ലിമിറ്റ് ഇറ്റ് ടു 1.5 ഡിഗ്രി സെൽഷ്യസ് കമ്പയർഡ് ടു പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസ്. പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയ്ക്കുക. എന്നിട്ട് ഒരു 1.5 ഡിഗ്രി സെൽഷ്യസ് നമ്മളൊരു ലിമിറ്റ് ചെയ്യുക. അതാണ് എന്ത് പാരീസ് എഗ്രിമെന്റിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഡെവലപ്പ് മെക്കാനിസംസ് ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് കൺട്രീസ് ദാറ്റ് ആർ വെരി വൾണറബിൾ ടു ദ അഡ്വേഴ്സ് ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അത് മാത്രമല്ല, ചില രാജ്യങ്ങളുണ്ട്, ചില കൺട്രീസിനെ എന്താണ് ക്ലൈമറ്റ് ചേഞ്ചസിന്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വൾണറബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പം അത്തരത്തിലുള്ള കൺട്രീസിനെ നമ്മൾ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതും എന്താണ് പാരീസ് എഗ്രിമെന്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പാരീസ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിലുള്ള ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യുക, അതുവഴി നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ പറ്റും. 2 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് അതിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അഡ്വേഴ്സ് ഇമ്പാക്ട്സുകൾക്ക് ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള അഫക്റ്റ് ചെയ്യുന്ന കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള പാരീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതേപോലൊരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ആണ് റിയോ സമ്മിറ്റ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ് റിയോ സമ്മിറ്റ്. ഇനി ഇറ്റ് ഈസ് കോൾഡ് എർത്ത് സമ്മിറ്റ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് എർത്ത് സമ്മിറ്റ് അല്ലെങ്കിൽ റിയോ കോൺഫറൻസ്. വാസ് ദി യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. ഇതെന്ന് പറയുന്നത് UNCED, അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഹെൽഡ് ഫ്രം. ഇതൊരു കോൺഫറൻസ് ആയിരുന്നു. അതിന്റെ മറ്റൊരു പേരാണ് എർത്ത് സമ്മിറ്റ് അല്ലെങ്കിൽ റിയോ കോൺഫറൻസ്. ജൂൺ 3 തൊട്ട് ജൂൺ 14 1992 നടന്നിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് എന്ത് എർത്ത് സമ്മിറ്റ്, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ് റിയോ കോൺഫറൻസ് എന്ന് പറയുന്നത്. The goal of the Rio Summit was to define a comprehensive agenda and a fresh strategy for global action on environment and development challenges in the 21st century. അതായത് ഇതിന്റെ റിയോ സമ്മിറ്റിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്ട്രാറ്റജി നമ്മൾ ഡിഫൈൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ 21st സെഞ്ചുറിയിൽ ഉണ്ടാകാൻ പോകുന്ന എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ചലഞ്ചസിനെ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു അജണ്ട, ഒരു ഫ്രഷ് സ്ട്രാറ്റജി നമ്മൾ ഗ്ലോബലി എന്താക്കണം? ഡിഫൈൻ ചെയ്യണം. അതായിരുന്നു റിയോ സമ്മിറ്റിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു റിയോ സമ്മിറ്റിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള അജണ്ട, അതായത് അജണ്ട 21 പറഞ്ഞിട്ടുള്ള 4 കാറ്റഗറീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ റിയോ സമ്മിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എവിടെയാ നടന്നിട്ടുള്ളതെന്ന് അറിയാവോ? റിയോ ഡെ ജനീറോയിലാണ്, അവിടെയാണ്. അതുകൊണ്ടാണ് ആ ഒരു പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. റിയോ ഡിക്ലറേഷൻ എന്നും ഇതിനെ പറയാറുണ്ട്. ഓക്കെ, ചിലപ്പോൾ റിയോ ഡിക്ലറേഷൻ എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? റിയോ സമ്മിറ്റ് തന്നെയാണ്. ഓക്കെ, റിയോ ഡെ ജനീറോയിലാണ് ഇത് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് റിയോ സമ്മിറ്റ് അല്ലെങ്കിൽ റിയോ ഡിക്ലറേഷൻ എന്നൊക്കെ ഉള്ളൊരു നെയിം വന്നിട്ടുള്ളത്. ജനീറോ ഈ ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇത് ആ നടന്നിട്ടുള്ള സ്ഥലമാണ്, ഈ കോൺഫറൻസ് നടന്നിട്ടുള്ള സ്ഥലമാണ് ഈ പറഞ്ഞിട്ടുള്ള റിയോ ഡെ ജനീറോ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ പ്ലേസ് നോട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് റിയോ സമ്മിറ്റ് അല്ലെങ്കിൽ റിയോ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനകത്ത് കവർ ചെയ്തിട്ടുള്ള റിയോ സമ്മിറ്റിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ള 4 കാറ്റഗറീസ് ആണ്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡയമെൻഷൻസ്, strengthening the role of major groups, means of implementation, resources for development, conservation and management. അതായത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡയമെൻഷൻസ്, പിന്നെ സ്ട്രെങ്തനിങ് ദ റോൾ ഓഫ് മേജർ ഗ്രൂപ്പ്സ്. ഈ ഇത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ചുകളൊക്കെ ഉള്ള ഒരു മേജർ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പുകളുടെ റോള് കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രെങ്തൻ ചെയ്യുക.
പിന്നെ ഇംപ്ലിമെന്റേഷൻ, ഈ സ്ട്രാറ്റജീസും അല്ലെങ്കിൽ അജണ്ടാസും എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ ഒരു മീൻസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഡിസ്കസ് ചെയ്തു. പിന്നെ ഡെവലപ്മെന്റ്, കൺസർവേഷൻ, മാനേജ്മെന്റ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്. അപ്പൊ ഈ ഒരു 4 കാറ്റഗറീസ് ആണ് ഈ റിയോ സമ്മിറ്റിനകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇതും എക്സാമിന് ചോദിക്കുന്നതാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ, ഇതിന്റെ സ്ട്രാറ്റജി എന്താണ്, ഇതിന്റെ ഗോൾ എന്താണ്, എയിം എന്തായിരുന്നു എന്നൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. The Montreal Protocol on Substances that deplete the ozone layer is an important multilateral agreement regulating the production, consumption and emission of ozone depleting substances. അതായത് ഓസോൺ പാളിയെ ഡിപ്ലീറ്റ് ചെയ്യുന്ന, വിള്ളലുകൾ വരുത്തി ഓസോൺ ഡിപ്ലീഷൻ കാരണമാവുന്ന സബ്സ്റ്റൻസസിന്റെ പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, എമിഷൻസ് ഇതിനെ കൺട്രോൾ ചെയ്യുക, ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു മൾട്ടി ലാറ്ററൽ എഗ്രിമെന്റ് ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ്, അതായത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്, ഷോർട്ട് ഫോമിൽ ODS എന്ന് പറയും. ഇത്തരത്തിലുള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, എമിഷൻസ് ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർത്താൽ മതി. മോൺട്രിയൽ എന്ന് പറയുമ്പോൾ മോൺട്രിയൽ MO, O എന്ന് പറയുമ്പോൾ ഓസോൺ. അപ്പൊ എന്താണ്? അപ്പൊ മനസ്സിനകത്ത് കിട്ടും ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി, അപ്പൊ കൺഫ്യൂഷൻ വരത്തില്ല. മോൺട്രിയൽ എന്ന് പറയുമ്പോൾ MO, O എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ കിടക്കുക. O എന്ന് പറയുന്നത് ഓസോൺ, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, അതിന്റെ എമിഷൻസിനൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ആ ഒരു എഗ്രിമെന്റ് ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇറ്റ് ഫേസസ് ഡൗൺ ദ യൂസ് ഓഫ് ODSS. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ സ്റ്റെപ്പ് വൈസ് ടൈം ബൗണ്ട് മാനർ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടൈം അനുസരിച്ച് ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ യൂസേജ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും. ഓക്കെ, all member parties have specific responsibilities related to the phasing out of various groups of ozone depleting substances, controlling ODS trade, reporting of data annually, controlling export and import of ODS. അതായത് ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിട്ടുള്ള എല്ലാ മെമ്പർ പാർട്ടീസ്, അതായത് മെമ്പർ കൺട്രീസിനും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ പല ഇതായിട്ട് വേരിയസ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള എമിഷൻസ് ഉണ്ടാവുന്നത്, എവിടുന്നൊക്കെയാണ് വരുന്നത്, അത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ ഫേസ് ഔട്ട് ചെയ്യുക. ഫേസിംഗ് ഔട്ട് ഓഫ് വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്. പിന്നെ കൺട്രോളിംഗ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ട്രേഡ്, റിപ്പോർട്ടിംഗ് ഡേറ്റാസ് ആനുവലി, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്. ഇതിനെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കൺട്രോൾ ചെയ്യുക. അതുപോലെ അത് തന്നെയാണ് ODS ട്രേഡിനകത്തും പറയുന്നത്, റിപ്പോർട്ടിംഗ് ഓഫ് ഡേറ്റ ആനുവലി. പിന്നെ ഇതിനെ ഫേസ് ഔട്ട് ചെയ്യും, ഇതിന്റെ പല ഗ്രൂപ്പുകളെ നമ്മൾ ഫേസ് ഔട്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെ എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോളിലുള്ള മെമ്പർ പാർട്ടീസിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്ന കാര്യമാണ്. Under the protocol, there is a provision for it to be amended and adjusted according to the new scientific, economic and technological advancements made. അതായത് ഈ പ്രോട്ടോകോളിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അണ്ടർ ദി പ്രോട്ടോകോൾ ഇവിടെ ഒരു പ്രൊവിഷനും കൂടെ പറയുന്നുണ്ട്, for it to be amended and adjusted. എങ്ങനെയാണ്? പുതിയ സയന്റിഫിക്, എക്കണോമിക്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്, അതായത് നമ്മൾ മുന്നോട്ട് കാലഘട്ടം പോകുന്ന അനുസരിച്ച് സയന്റിഫിക് അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാവും, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് വരും, അതുപോലെ തന്നെ എക്കണോമിക് അഡ്വാൻസ്മെന്റ് ഉണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രൊവിഷൻ, there is a provision for it to be amended and adjusted. ഈ ഒരു ഫാക്ടേഴ്സ് അനുസരിച്ചിട്ട് ആ പ്രോട്ടോകോളിന്റെ കീഴിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും അമെൻമെന്റ് ചെയ്യാനും ഉള്ളൊരു പ്രൊവിഷനും അതിനകത്ത് പറയുന്നുണ്ട്. കാരണം ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളുടെ കൺട്രീസ് ഡെവലപ്പ് ചെയ്യുക, അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു അഡ്വാൻസ്മെന്റ്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അതനുസരിച്ചിട്ട് മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ കീഴിൽ പ്രൊവിഷൻ ഉണ്ട് അമെൻഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും അക്കോർഡിംഗ് ടു ദ ന്യൂ സയന്റിഫിക്, എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് മെയ്ഡ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ഓർക്കുക, മോൺട്രിയൽ MO, അപ്പം ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ പ്രൊഡക്ഷൻ, കൺസപ്ഷൻ, എമിഷൻ ഇതിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു എഫോർട്ട് ആണ് എന്ത്? മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ കൺട്രോൾ ചെയ്യുക, ചുരുക്കി പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം. നമ്മളുടെ ലിവിങ് തിങ്സ്, ജൈവ വൈവിധ്യത്തിനെ നമ്മൾ കൺവെൻഷൻ, അതിനെ പ്രൊട്ടക്ഷനും കാര്യങ്ങളുമാണ് കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റിയിൽ പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി റെഫേഴ്സ് ടു എവറി ലിവിങ് തിങ്, ബാക്ടീരിയ, ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. അതായത് ജൈവ വൈവിധ്യമാണ് ലിവിങ് ബീങ്സ്,
അതായത് അതിൽ ബാക്ടീരിയാസ്, ആനിമൽസ്, ഹ്യൂമൻസ്, ലിവിങ് തിങ്സ്, ജീവനുള്ള എല്ലാ വസ്തുക്കളും, ബാക്ടീരിയാസ്, ആനിമൽസ്, ഹ്യൂമൻസ്, അത്തരത്തിലുള്ള ജൈവ വൈവിധ്യമാണ് എന്ത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി കെയിം ഇൻ ടു ഫോഴ്സ് ഇതെന്നാ നിലവിൽ വന്നത്? ഡിസംബർ 1993 ആൻഡ് ഇറ്റ്സ് ഫൗണ്ടേഷൻ വാസ് ലെയ്ഡ് ഇൻ ജൂൺ 1992 അറ്റ് എർത്ത് സമ്മിറ്റ് ഇൻ റിയോ ഡെ ജനീറോ. അതായത് ഡിസംബർ 1993 ഈ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി നിലവിൽ വന്നു. അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിയോ സമ്മിറ്റ് പറഞ്ഞല്ലോ, അവിടെ 1992 എർത്ത് സമ്മിറ്റ് അല്ലെങ്കിൽ റിയോ സമ്മിറ്റ്, റിയോ ഡെ ജനീറോയിൽ വെച്ചിട്ട് അതിന്റെ ഒരു ഫൗണ്ടേഷൻ ലെയ്ഡ് ചെയ്തിരുന്നു. എന്നിട്ട് ഡിസംബർ 1993 കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി നിലവിൽ വരുന്നത്. ഇനി the convention addressed to take effective and urgent steps to abate the loss of biodiversity to facilitate resilient ecosystem to secure various forms of life and human welfare by eradication of poverty. അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി അഡ്രസ്സ് ചെയ്തിട്ടുള്ള പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ഇഫക്റ്റീവ് ആൻഡ് അർജന്റ് സ്റ്റെപ്സ് ടു അബേറ്റ് ദ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മളുടെ ജൈവ വൈവിധ്യം എന്താണ്? പല രീതിയിലും നമ്മൾ ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി അബേറ്റ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള വളരെ ഇഫക്റ്റീവും അർജന്റ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ എടുക്കുക. ടു ഫെസിലിറ്റേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? റെസിലിയന്റ് എക്കോസിസ്റ്റം. നമ്മളുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ്ഡ് ആയിരിക്കണം. അതുപോലെ ടു സെക്യൂർ വേരിയസ് ഫോംസ് ഓഫ്, അത് മാത്രമല്ല റെസിലിയന്റ് എക്കോസിസ്റ്റം ഉണ്ടായിരിക്കണം. അതുപോലെ ലൈഫ് ആൻഡ് ഹ്യൂമൻ വെൽഫെയർ ബൈ ഇറാഡിക്കേഷൻ ഓഫ് പോവേർട്ടി, അതും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇറാഡിക്കേഷൻ ഓഫ് പോവേർട്ടി വഴി നമ്മളുടെ ലൈഫ്, ഹ്യൂമൻ വെൽഫെയറിനെ സെക്യൂർ ആക്കണം. ഓക്കെ, അത് ഈ ഒരു കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റിയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇനി ദ കൺവെൻഷൻ ഹാസ് 3 മെയിൻ ഗോൾസ്. 3 ഗോൾസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഇറ്റ്സ് കമ്പോണൻസ്. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറഞ്ഞിരുന്നു. പ്രസന്റിലെ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മളുടെ ഒരിക്കലും ഫ്യൂച്ചർ ജനറേഷനെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഫ്യൂച്ചർ നീഡ്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു പ്രസന്റ് നീഡ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ യൂസ് ഓഫ് കമ്പോണൻസ് ആൻഡ് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ഫ്രം ജനറ്റിക് റിസോഴ്സസ്. അതുപോലെ തുല്യമായിട്ടുള്ള ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് ആയിരിക്കണം ഈ പറയുന്ന 3 ഗോൾസ് എന്ന് പറയുന്നത്. കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അവരെ സംരക്ഷിക്കണം. സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഇറ്റ്സ് കമ്പോണൻസ്, നമ്മൾക്ക് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അതായത് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന കമ്പോണന്റുകളെ സസ്റ്റൈനബിൾ യൂസേജ് ആയിരിക്കണം. ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ഫ്രം ജനറ്റിക് റിസോഴ്സസ്. ഇനി ഇതിന് 2 സപ്ലിമെന്ററി എഗ്രിമെന്റ്സും കൂടി ഉണ്ട്. ഏതാണ്? ദ കാർട്ടഗേന പ്രോട്ടോകോൾ, നഗോയ പ്രോട്ടോകോൾ. ആ 2 പേരുകൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് റൈറ്റ് അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പിക്ക് ഔട്ട് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ കയറി വരാം. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഇത് പഠിച്ചു വെച്ചിരുന്ന നമുക്കത് ബെനിഫിറ്റ് ആണല്ലോ. ഇതിന് 2 സപ്ലിമെന്ററി എഗ്രിമെന്റ്സും കൂടിയാണ് പറയുന്നത്. കാർട്ടഗേന പ്രോട്ടോകോൾ ആൻഡ് നഗോയ പ്രോട്ടോകോൾ. ഇനി അടുത്തത് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാല് ബയോഡൈവേഴ്സിറ്റിയിൽ എന്തൊക്കെ ത്രെറ്റ്സ് ആണ്, ബയോഡൈവേഴ്സിറ്റി ഏതൊക്കെ ഭീഷണികളാണ് നേരിടുന്നതെന്നുള്ളതാണ്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റിയെ അതായത് നമ്മളുടെ ജൈവ വൈവിധ്യത്തിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഏതൊക്കെ ത്രെറ്റ്സുകളാണ് ബയോഡൈവേഴ്സിറ്റിയിൽ ഫേസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, 2 ഗ്ലോബൽ വാർമിംഗ്, പിന്നെ ഇൻവേഷൻ ഓഫ് ഏലിയൻ സ്പീഷീസ്. ഓക്കെ, ഒന്നാമത്തത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഡ്രൈവിംഗ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ടു എക്സ്റ്റിൻഷൻ. അതായത് കൃത്യമായിട്ടുള്ള പാർപ്പിടം ഈ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസിന് അവരുടേതായിട്ടുള്ളൊരു എക്കോസിസ്റ്റം ഇല്ലാതാവുക. ഇപ്പോൾ ഓരോ ആനിമൽസിനാണെങ്കിലും അവരുടെ എന്താണ് നേച്ചർ അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ അവരുടേതായിട്ടുള്ളൊരു എക്കോസിസ്റ്റം ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പൊ അക്വാട്ടിക് ആനിമൽസിന് എന്ത് വേണം? അവർക്ക് ജീവിക്കാനുള്ള ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റം ഉണ്ടാവണം. അതുപോലെ ലാൻഡ് ആനിമൽസിനൊക്കെ ആണെങ്കിൽ എന്താണ്? അതേപോലെ ഒരു എക്കോസിസ്റ്റം ഉണ്ടായിരിക്കണം, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. പക്ഷേ അവരുടെ എക്കോസിസ്റ്റത്തിന് പല രീതിയിൽ നാശനഷ്ടങ്ങൾ ഡിസ്ട്രക്ഷൻ ആവുമ്പോൾ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആകുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് ആർക്ക് കിട്ടുന്നില്ല? ആനിമൽസിനും പ്ലാന്റ്സിനും കിട്ടുന്നില്ല. അതാണ് ഇത് ഈ ഒരു പറയുന്ന ആനിമൽസിനും പ്ലാന്റ്സിനും എക്സ്റ്റെൻഡഡ് ആവാനുള്ള ഒരു പ്രധാന ഇമ്പോർട്ടൻറ്റ് കോസ് കാരണം എന്ന് പറയുന്നത്.
ഇനി ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ occurs when development such as roads or housing cuts vast block of habitat into smaller species. ഇങ്ങനെയാണ് ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവുന്നത്. എങ്ങനെ? എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ റോഡുകൾ പണിയുക, ബിൽഡിങ്സ് പണിയുക, അല്ലെങ്കിൽ അവരുടെ വലിയൊരു എക്കോസിസ്റ്റം ആയിരിക്കും, അതിനെ ബ്രേക്ക് ചെയ്ത് പല ഡെവലപ്മെന്റ് പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇത്തരത്തിലുള്ള ആനിമൽസിന്റെ പ്ലാന്റ്സിന്റെ ഒക്കെ എക്കോസിസ്റ്റം ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ എന്താണ്? എക്സ്റ്റെൻഡഡ് ആയി പോകും, അവർ നശിച്ചു പോകും. ഓക്കെ, എക്സ്റ്റെൻഡഡ് ആയി മാറുകയാണ്. ഇനി ദ മോസ്റ്റ് ഡ്രാമാറ്റിക് എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റാറ്റ് ലോസ് കം ഫ്രം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഏറ്റവും കൂടുതൽ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷന്റെ ഒരു ഏറ്റവും ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഹാബിറ്റാറ്റ് ലോസ് വരുന്നതെന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. Besides total loss, the degradation of many habitats by pollution also threatens the survival of many species. ഈ ടോട്ടൽ ലോസ് കൂടാതെ, അതായത് ഇത്തരത്തില് നമ്മുടെ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ നടക്കുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഉണ്ട്. പൊല്യൂഷൻ വഴിയും പല ഹാബിറ്റാറ്റ്സ് ഡീഗ്രേഡ് ചെയ്യും. വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നു. വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ സീവേജ് എഫ്ലുവൻസ് അല്ലെങ്കിൽ മറ്റ് വേസ്റ്റസ്, ഫാക്ടറീസിലും ഇൻഡസ്ട്രീസിലും ഉള്ള വേസ്റ്റസ് ഒക്കെ വെള്ളത്തിൽ കൊണ്ട് തള്ളുക. അങ്ങനെ വരുമ്പോൾ എന്താണ്? വാട്ടർ പൊല്യൂട്ടഡ്. അപ്പൊ അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് എന്താ? നാശം സംഭവിക്കും. അവർക്ക് അവിടെ എന്താണ്? റെസിസ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയും ഹാബിറ്റാറ്റ്സ് പൊല്യൂഷൻ വഴിയും ഡീഗ്രഡേഷൻ ഉണ്ടാകും. അതും ഇത്തരത്തിലുള്ള മെനി സ്പീഷ്യസ്, പല സ്പീഷ്യസിന്റെ സർവൈവലിനെ ഭീഷണി ഉയർത്തുന്നതാണ്. ഓക്കെ, അതാണ് ത്രെറ്റൻ ടു ബയോഡൈവേഴ്സിറ്റിയിലെ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന എന്താണ്? ഗ്ലോബൽ വാർമിംഗ് ആണ്. എന്താ ഗ്ലോബൽ വാർമിംഗിൽ പറയുന്നത്? ആഗോളതാപനം. ഗ്രാജുവൽ റൈസ് ഇൻ ദി എർത്ത് ടെമ്പറേച്ചർ കോസ്ഡ് ബൈ ദ ഗ്രീൻ ഹൗസ് ഇഫക്ട് which is exacerbated by growing levels of carbon dioxide, CFCs and other pollutants. അതായത് നമ്മളുടെ എർത്ത് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഗ്രാജുവൽ ആയിട്ടുള്ള റൈസ്, ടെമ്പറേച്ചർ കൂടി വരുമ്പോഴത്തേക്കാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത്. എന്തു മൂലം ഉണ്ടാവുന്ന? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഇഫക്റ്റ് മൂലം, വിച്ച് ഈസ് എക്സാസർബേറ്റഡ് ബൈ ഗ്രോയിങ് ലെവൽസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. എന്ത് മൂലമാണ്? കാർബൺ ഡയോക്സൈഡ്, CFCs and other pollutants. Land degradation is also a significant contributor to climate change. അതായത് ലാൻഡ് ഡീഗ്രഡേഷൻ, ലാൻഡ് നഷ്ടപ്പെടുക, ലാൻഡ് ഡീഗ്രഡേഷൻ. പിന്നീട് വരുന്നത് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഡീഫോറസ്റ്റേഷൻ. The destruction of wetlands and other forms of land conversion can release massive amounts of carbon into the atmosphere which may worsen global warming. അതായത് എന്തൊക്കെയാണ്? ഒന്ന്, എർത്ത് ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഗ്രാജുവൽ റൈസ്, പിന്നെ ലാൻഡ് ഡീഗ്രഡേഷൻ, അതായത് നമ്മളുടെ ലാൻഡ് ഡീഗ്രേഡ് ചെയ്തു പോവുക, അതും ക്ലൈമറ്റ് ചേഞ്ചസിന്, ഡീഫോറസ്റ്റേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു പ്രധാന കോൺട്രിബ്യൂട്ടർ ആണ്. പിന്നെ ഡീഫോറസ്റ്റേഷൻ, അതുപോലെ ഡിസ്ട്രക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്, അതർ ഫോംസ് ഓഫ് ലാൻഡ് കൺവേർഷൻ, അതായത് ഈ മരങ്ങളൊക്കെ വെട്ടി അവിടെ ബിൽഡിങ്സ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ പാടങ്ങൾ നികത്തുക, അവിടെ എന്താണ്? കൺസ്ട്രക്ഷൻസ് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ മാസീവ് ആയിട്ടുള്ള കാർബൺ അറ്റ്മോസ്ഫിയറിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. ഇനി അടുത്തത് നെക്സ്റ്റ് വരുന്നത് ഇൻവേഷൻ ഓഫ് ഏലിയൻ സ്പീഷ്യസ് ആണ്. ഓക്കെ, ഇൻവേഷൻ ഓഫ് ഏലിയൻ സ്പീഷ്യസ്. ഇനി ഇവിടെ ഫാമിംഗ് എന്നല്ലേ കൊടുത്ത്, ഇത് വാമിംഗ് ആണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഫാമിംഗ് അല്ല, വാമിംഗ്, ടൈപ്പിംഗ് ചെയ്യുന്നത് മിസ്റ്റേക്ക് ആണ്. ഡിഫോറസ്റ്റേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ലാൻഡ് കൺവേർഷൻ ക്യാൻ റിലീസ് മാസീവ് എമൗണ്ട്സ് ഓഫ് കാർബണെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഗ്ലോബൽ വാർമിങ്ങിന് ഏറ്റവും മേജർ ആയിട്ടുള്ളൊരു റീസൺ ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ്, ഇൻവേഷൻ ഓഫ് ഏലിയൻ സ്പീഷ്യസ്. ഇൻവേസീവ് ഏലിയൻ സ്പീഷ്യസ് ആർ സ്പീഷ്യസ് whose introduction and spread outside their natural past or present distribution threatens biological diversity. When alien species are introduced unintentionally or deliberately for whatever purpose, some of them turn invasive and cause the decline or extinction of indigenous species. അതായത് ഏലിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോറിൻ എന്നുള്ള മീനിങ് ആണ്. അവരുടെ സ്ഥലമല്ലാത്തടുത്ത് കയറുക. ഏലിയൻ സ്പീഷ്യസിന്റെ ഇൻവേർഷൻ മൂലം നിലവിലുള്ള എന്താണ്? അവിടെ താമസിച്ചിട്ടുള്ള അവിടുത്തെ ഇൻഡിജീനിയസ് സ്പീഷ്യസിനെ ഡിക്ലൈനും അല്ലെങ്കിൽ എക്സ്റ്റൻഷനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ആൻഡ് സ്പ്രെഡ് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ പാസ്റ്റ് ഓർ പ്രസന്റ് ഡിസ്ട്രിബ്യൂഷൻ. അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഇപ്പൊ ഓൾറെഡി ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ജീവിക്കുന്ന ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ഉണ്ടായിരിക്കും.
അവരുടേതല്ലാത്ത മീൻസ് വേറെ ഏലിയൻ സ്പീഷ്യസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലം എന്താണ് ആ സ്പീഷ്യസിന്റെ നിലവിലുള്ളവരുടെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അത് ഡിക്ലൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഏത് രീതിയിലാണെങ്കിലും അവർ അൺഇന്റൻഷനലി അല്ലെങ്കിൽ മനഃപൂർവ്വമോ അല്ലാതെയോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അവിടെയുള്ള ഇൻഡിജീനിയസ് സ്പീഷ്യസിന്റെ ഡിക്ലൈനും അല്ലെങ്കിൽ എക്സ്റ്റൻഷനും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം 3 രീതിയിലാണ് ഇത്തരത്തിൽ നമ്മളുടെ ബയോഡൈവേഴ്സിറ്റിക്ക് എന്താ ഭീഷണി ഉണ്ടാവുന്നത്. മെയിൻ ആയിട്ടും ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഗ്ലോബൽ വാർമിംഗ്, പിന്നെ വരുന്നത് ഇൻവേഷൻ ഓഫ് ഏലിയൻ സ്പീഷ്യസ് ആണ്. ഇനി അടുത്തത് ക്യോട്ടോ പ്രോട്ടോകോൾ. നമ്മൾ മോൺട്രിയൽ പ്രോട്ടോകോൾ പറഞ്ഞു, അത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ പ്രൊഡക്ഷൻ എമിഷൻ അതിനെ റെഗുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇനി ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ട്. ദ ക്യോട്ടോ പ്രോട്ടോകോൾ ടാർഗറ്റഡ് സെവറൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഫോർ റിഡക്ഷൻ. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അത് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, പെർഫ്ലൂറോ കാർബൺസ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്, അൾഫർ ഹെക്സാഫ്ലൂറൈഡ്. ഇത്രയുമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ റിഡക്ഷന് വേണ്ടിയിട്ടാണ് ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നത്. ഇനി എന്താണ് ഇതിന് ഏതൊക്കെ സോഴ്സസ് ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് പ്രൈമറി ഗ്രീൻ ഹൗസ് വാസ് ഡിസൈൻഡ് ആസ് എ റെസ്പോൺസ് ടു ദ പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇത് ദാറ്റ് ഈസ് ടു ദ ഇഷ്യൂ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ആസ് ആൻ എഫോർട്ട് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റഡ് ത്രൂ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്. മെയിൻ ആയിട്ട് പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ്. എല്ലാ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൾസ്, ഇതിൽ നിന്നൊക്കെയാണ് പ്രധാനമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്. അതുപോലെ മീഥെയ്ൻ എന്ന് പറയുന്ന ഏതിന്റെയൊക്കെ ബൈ പ്രോഡക്ട്സ് ആണ്? നമ്മളുടെ ലൈഫ് സ്റ്റോക്ക്, ബൈ പ്രോഡക്റ്റ് ഓഫ് ലൈഫ് സ്റ്റോക്ക്, നാച്ചുറൽ ഗ്യാസ് സിസ്റ്റം ബൈ വേരിയസ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്. ഈ കാര്യങ്ങൾ വഴിയും എന്താണ് മീഥെയ്ൻ അറ്റ്മോസ്ഫിയറിൽ റിലീസ്ഡ് ആവും. ഇനി നൈട്രസ് ഓക്സൈഡ്, പെർഫ്ലൂറോ കാർബൺസ്, പിന്നെ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഉണ്ട്. അത് നമ്മളുടെ എയർ കണ്ടീഷനിങ്ങിലും റെഫ്രിജറേഷനിലും ഉള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആണ്. ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് HFCs എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. പിന്നെ ഉള്ളത് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ആസ് ആൻ ഇൻസുലേറ്റർ. ഇതൊക്കെ ജസ്റ്റ് ഞാനൊരു ഒരു ഇൻഫോർമേഷൻ പറയുന്നതാണ്. ഇതിന്റെ സോഴ്സസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ബൈ ചാൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ പെട്ടെന്നൊന്ന് നിങ്ങൾക്ക് റിക്കളക്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അതാണ് SF6 എന്ന് പറയുന്നത്. സൾഫർ ഹെക്സാഫ്ലൂറൈഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ആസ് ആൻ ഇൻസുലേറ്ററിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആ യൂസേജ് ഒക്കെ വഴി നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എത്താനായിട്ട് സാധ്യതയുണ്ട്. ഇനി അടുത്തത് ക്യോട്ടോ പ്രോട്ടോകോൾ കഴിഞ്ഞു. ഇനി എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്? ഗ്രീൻ ഹൗസ് ഗ്യാസിനെ ഷോർട്ട് ഫോം ആയിട്ട് GHG എന്ന് നമുക്ക് കൊടുക്കാം. It is a gas that absorb and emit radiant energy within the thermal infrared range, causing the greenhouse effect. അതായത് ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയൻ എനർജീസിനെ അബ്സോർബ് ചെയ്യുക, എന്നിട്ട് അതിനെ എമിറ്റ് ചെയ്യുക. അതായത് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തിട്ട് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുക വിതിൻ ദ തെർമൽ ഇൻഫ്രാറെഡ് റേഞ്ച്. അങ്ങനെയാണ് ആ ഒരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ പ്രധാനമായിട്ടും വാട്ടർ വേപ്പേഴ്സ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ. ഇതൊക്കെ പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഓക്കെ, ഏതാണ്? വാട്ടർ വേപ്പേഴ്സ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ന്, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ. ഈ പറയുന്നതൊക്കെ പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഇനി the greenhouse effect is the warming of climate that results when the atmosphere trap heat radiation from the earth towards space. Greenhouse effectum global warming ഒക്കെ എല്ലാവരും കൊച്ചിലത്തെ നമ്മളുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ പഠിക്കുന്നതാണ്. എന്താ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്ലൈമറ്റിൽ വാർമിംഗ്, അത് ചൂടാവും. അങ്ങനെ നമ്മളുടെ എർത്തിന്റെ ടെമ്പറേച്ചർ ഹൈ ആകും. ഈ അറ്റ്മോസ്ഫിയർ ഹീറ്റ് റേഡിയേഷൻസ്, എർത്തിൽ നിന്നുള്ള ഹീറ്റ് റേഡിയേഷൻസ് ഒക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മുടെ എർത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയും അതുവഴി ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുകയും ചെയ്യാണ്. ഇനി ഇതിന്റെ ഇഫക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ വാർമിംഗ്, ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ, സ്മോഗ് ആൻഡ് എയർ പൊല്യൂഷൻ, ആസിഡിഫിക്കേഷൻ ഓഫ് വാട്ടർ ബോഡീസ്. ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന്റെ പ്രധാനപ്പെട്ട ഇഫക്ട്സ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം സംഭവിക്കുന്നു, ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടാവുന്നു, പിന്നെ സ്മോഗ് ആൻഡ് എയർ പൊല്യൂഷൻ, അസിഡിഫിക്കേഷൻ ഓഫ് വാട്ടർ ബോഡീസ്. ഇത്രയുമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഇഫക്ട്സിൽ വരുന്നത്. നെക്സ്റ്റ്, അപ്പം ഇത്രയുമാണ് നമ്മളുടെ കുറച്ച് പ്രോട്ടോകോൾസ് നമ്മൾ പഠിച്ചു.
പാരീസ് എഗ്രിമെന്റ് പറഞ്ഞു, തെറ്റിപ്പോകരുത്, ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ട്രീറ്റി ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതും അതിന്റെ ഒരു റിഡക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആയിരുന്നു അതും പറഞ്ഞിട്ടുള്ളത്. റിയോ കോൺഫറൻസ് എന്ന് പറയുന്നത് 3 ഡയമെൻഷൻസ് 4 കാറ്റഗറീസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡയമെൻഷൻസ്, സ്ട്രെങ്തനിങ് ദ റോൾ ഓഫ് മേജർ ഗ്രൂപ്പ്, മീൻസ് ഓൺ ഇംപ്ലിമെന്റേഷൻ, റിസോഴ്സസ് ഫോർ ഡെവലപ്മെന്റ്, കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ്. പിന്നെ മോൺട്രിയൽ എന്ന് പറയുമ്പോൾ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ എമിഷനും റെഗുലേഷനും കാര്യങ്ങളും, പിന്നെ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, പിന്നെ ത്രെറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ പറഞ്ഞു, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ റിഡക്ഷൻ, അതിന്റെ റിഡക്ഷൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. എന്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്? ഈ പേര് പോലെ തന്നെ സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുമ്പോൾ സോളാർ എനർജി അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ ഡെവലപ്മെന്റ് എന്തോ ഒരു എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്നൊരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ് ISA? ക്യാപിറ്റൽ ISA എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ റെപ്രസെന്റ് ചെയ്യും. ഇറ്റ് ഈസ് എ ഗ്ലോബൽ ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ dedicated to advancing solar power adoption for a carbon neutral future. അതായത് കാർബൺ എമിഷൻസ് കുറയ്ക്കുക. നമ്മളുടെ കാർബൺ അന്തരീക്ഷത്തിൽ ഒരുപാട് പോകുന്നതിന്റെ മേജർ കാരണങ്ങൾ കൊണ്ടാണ് എന്താണ് നമുക്ക് ഈ ഗ്ലോബൽ വാർമിങ്ങും ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഒക്കെ ഒത്തരത്തിലുള്ള പൊല്യൂഷൻസും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കാർബൺ ന്യൂട്രൽ ഫ്യൂച്ചർ, അതായത് കാർബണിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുള്ള ന്യൂട്രൽ ആക്കിക്കൊണ്ടുള്ള അതിനെ ലക്ഷ്യം വെച്ചിട്ട് സോളാർ പവർ അഡോപ്ഷൻ, അതായത് സോളാർ എനർജി യൂസ് ചെയ്യുക അല്ലെങ്കിൽ സോളാർ പവറിനെ കൂടുതലായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുക, അത് അഡ്വാൻസിങ്, അതിനെ മുന്നേറ്റം കൊണ്ടുവരിക, അതിനെ അഡ്വാൻസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അതിന്റെ ഒരു മേജർ ഫോക്കസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് അവരുടെ സൈറ്റിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു കേസിലും നമ്മൾ ഇന്റർനാഷണൽ സോളാർ അലയൻസ് പറയുമ്പോഴും ഏതൊക്കെ കൺട്രീസ് പുതിയതായിട്ട് വന്നിട്ടുണ്ടെന്നും ഇതൊക്കെ നമ്മളുടെ പ്രീവിയസ് ഡേറ്റാസ് വെച്ചിട്ടുള്ള അപ്ഡേഷൻ ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ് ഡേ ബൈ ഡേ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും എക്സാമിന് പോകുന്നതിന് മുമ്പ് എപ്പോഴും ഇത്തരത്തിലുള്ള എഗ്രിമെന്റ്സിന്റെ സൈറ്റുകൾ, ഒന്നുകൂടെ പറയാണ്, എഗ്രിമെന്റ്സിന്റെ സൈറ്റുകൾ, വെബ്സൈറ്റുകൾ നമ്മൾ നോക്കിയിട്ട് പോകണം. ഡേ ബൈ ഡേ അതിൽ അപ്ഡേഷൻസ് വരാം. ചിലപ്പോൾ ഇന്ന് ഈ പറയുന്ന കൺട്രീസ് ആയിരിക്കത്തില്ല, 2-3 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ 1-2 കൺട്രീസ് അതിൽ മെമ്പർ ആകാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്ഡേഷൻസ് വരുന്ന കാര്യങ്ങളാണ്, അത് നോക്കിയിട്ട് വേണം പോകാൻ. അല്ലാതെ നമ്മൾ ക്ലാസ്സിൽ കേട്ടു അവിടെ അത്രയും കൺട്രീസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. ചിലപ്പോൾ മാറ്റങ്ങൾ വരാതിരിക്കാം, മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ എപ്പോഴും നല്ല ഏതാണ് നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് പോവുക. എങ്ങനെയാ? ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളൊക്കെ എപ്പോഴും ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. വെബ്സൈറ്റിൽ എബൌട്ട് ഒക്കെ കിടപ്പുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പോകണം. പുതിയതായിട്ട് കൺട്രീസ് അഡോപ്ഷൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഗോൾസിൽ മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ട് വേണം പോകാൻ ഈ ഒരു കാര്യങ്ങളിലൊക്കെ. ഓക്കെ, അപ്പം ദ ISA ഇസ് എ കൊളാബറേറ്റീവ് ഇനിഷ്യേറ്റീവ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ളതാണ്? ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. ഇതൊരു കൊളാബറേറ്റീവ് ഇനിഷ്യേറ്റീവ് ആണ്, 2 രാജ്യങ്ങൾ തമ്മിൽ, ഇന്ത്യയും ഫ്രാൻസും. aimed at uniting efforts to combat climate change by implementing solar energy solutions. അതായത് സോളാർ എനർജി സൊല്യൂഷൻസിനെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുക? കോമ്പാക്ട് ചെയ്യുക. അതിനെ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിൽ വരുന്ന മാറ്റങ്ങളുമായിട്ട് നമ്മൾ മത്സരിക്കുക, കോമ്പാക്ട് ചെയ്യുക, അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. എങ്ങനെയാണ്? സോളാർ എനർജി സൊല്യൂഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട്. ഇറ്റ് വാസ് കോൺസെപ്ച്വലൈസ്ഡ് ഓൺ ദി സൈഡ് ലൈൻസ് ഓഫ് കോൺഫറൻസ് ഓഫ് പാർട്ടി 21 ഇൻ പാരീസ് ഇൻ 2015. പാരീസിൽ നടന്നിട്ടുള്ള പാരീസ് എഗ്രിമെന്റ് നമ്മൾ കാര്യം പറഞ്ഞില്ലേ, അതില് കോൺഫറൻസ് ഓഫ് പാർട്ടി 21 2015 ഈ ഒരു കോൺസെപ്റ്റ് മീൻസ് കോൺസെപ്ച്വലൈസ്ഡ് ചെയ്തിട്ടുള്ളത്. ഫോളോയിങ് എ 2020 അമെൻഡ്മെന്റ് ടു ഇറ്റ്സ് ഫ്രെയിംവർക്ക് എഗ്രിമെന്റ്, all UN member states are now eligible to join the alliance. അതായത് യുണൈറ്റഡ് നേഷൻസിൽ UN മെമ്പർ സ്റ്റേറ്റ്സിനൊക്കെ തന്നെയും എന്താ ഈ ഒരു അലയൻസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഏത് ഫോളോ ചെയ്തിട്ടുള്ളതാണ്? 2020 അമെൻമെന്റിൽ. കറന്റ്ലി 100+ കൺട്രീസ്, കണ്ടോ 100+ എന്ന് മാത്രമാണ് അവരുടെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പുതിയതായിട്ട് അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് പോകണം. കറന്റ്ലി 100+ countries are signatories with the 90+ countries having ratified to become full members. 100-ൽ കൂടുതൽ കൺട്രീസ് അവിടെ സിഗ്നറ്ററീസ് ആണ്, അതിൽ ഒപ്പുവെച്ചിട്ടുള്ളവരാണ്. അതിൽ വിത്ത്
90+ കൺട്രീസ് അവർക്ക് അവിടെ ഫുൾ മെമ്പേഴ്സ് ആവാനുള്ള റാറ്റിഫിക്കേഷൻ ഉണ്ട്. ഇറ്റ്സ് മിഷൻ ഈസ് ടു അൺലോക്ക് $1 trillion in solar investment by 2030 while reducing technology and financing cost. അവരുടെ മിഷൻ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ അവർ ഒപ്പുവെച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് $1 trillion സോളാർ ഇൻവെസ്റ്റ്മെന്റ് 2030 ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് അൺലോക്ക് ചെയ്യണം. എങ്ങനെയൊക്കെയാണ്? ടെക്നോളജി ഫിനാൻസിങ് കോസ്റ്റ് ഒക്കെ കുറയ്ക്കുക. സോളാർ ഇൻവെസ്റ്റ്മെന്റ് ആണ്, സോളാർ എനർജി സൊല്യൂഷൻസ് ആണ് അഡ്വാൻസ് ചെയ്യുക എന്നുള്ളതാണ്. കാർബൺ ന്യൂട്രൽ ഫ്യൂച്ചർ ആക്കിക്കൊണ്ട് സോളാർ പവർ എനർജിയെ നമ്മൾ ഉയർത്തി അഡ്വാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ആണ്, അതും ഓർത്തു വെക്കുക. ഇനി മറ്റു കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. The International Solar Alliance is a collaborative platform for increased deployment of solar energy technologies. അതായത് സോളാർ എനർജി ടെക്നോളജീസ് ഉപയോഗിക്കുക, ആ സോളാർ എനർജിയെ കൂടുതലായിട്ട് അഡ്വാൻസ്മെന്റ് ചെയ്യുക, കാർബൺ ന്യൂട്രൽ ഫ്യൂച്ചർ ആക്കുക, അത് തന്നെയാണ്. ഇറ്റ് ഈസ് ഫൗണ്ടഡ് ഓൺ November 30, 2015 ബൈ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ആണ്. 2015 November 30 ഇത് കണ്ടുപിടിച്ചത്. ഇറ്റ് ഈസ് ആൻ അലയൻസ് ഓഫ് കൺട്രീസ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ആൻ അലയൻസ് ഓഫ് കൺട്രീസ് primarily located between the Tropic of Cancer and Tropic of Capricorn that are committed for reducing their dependence on fossil fuels. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിനും ഇടയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കൺട്രീസിന്റെ ഒരു അലയൻസ് ആണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. that are committed to reducing their dependence on fossil fuels. Fossil fuels ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ കാർബൺ എമിഷൻസ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഡിപ്പെൻഡൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിനും ഇടയിൽ വരുന്ന കൺട്രീസിന്റെ അലയൻസ് ആണ്, ആ പ്രൈമർലി അതിന്റെ ഇടയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കൺട്രീസിന്റെ അലയൻസ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓൾ മെമ്പർ സ്റ്റേറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിലെ മെമ്പേഴ്സിനൊക്കെ തന്നെയും ഈ പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡെവലപ്പ് ആൻഡ് ഡിപ്ലോയ് കോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ സോളാർ എനർജി സൊല്യൂഷൻസ്. അതായത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫിനാൻസിങ് കോസ്റ്റ് ഒക്കെ കുറച്ചുകൊണ്ട് നമ്മൾക്ക് മീൻസ് ഒത്തിരി കോസ്റ്റ് ആകാതെ ഓവർ ആകാതെ ഒരു ലിമിറ്റിൽ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് സോളാർ എനർജി സൊല്യൂഷൻസിനെ ട്രാൻസ്ഫോർമേഷൻ ആക്കാനായിട്ട് പറ്റും. മീൻസ് കാർബണിന്റെ ഫോസിൽ ഫ്യൂൽസിന്റെ യൂസേജ് ഒക്കെ കുറയ്ക്കുക, കാർബൺ ന്യൂട്രൽ ഫ്യൂച്ചർ ആക്കി കൂടുതലും സോളാർ എനർജി സൊല്യൂഷൻസിനെ അഡ്വാൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് ട്രോപ്പിക് ഓഫ് കേപ്രിക്കോണിന്റെ ഇടയിൽ പ്രൈമർലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കൺട്രീസ് ആണ് ഇതിൽ അവരുടെ ഒരു പ്രൈമർലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കൺട്രീസിന്റെ ഒരു അലയൻസ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വിഷനും മിഷനും, ഈ വിഷനും മിഷനും തന്നെ എടുത്തു ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. 2 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തന്നിട്ട് ഇത് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ വിഷൻ മിഷൻ ആണോ, 2 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണോ എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. എന്താണ് അവരുടെ വിഷൻ? ലെറ്റ് us together make the sun brighter. That means to promote the use of solar energy around the world. വിഷൻ എന്ന് പറയുമ്പോൾ ലോങ് ടേം ഒബ്ജക്റ്റീവ് ആണ്. അതായത് ഒരുമിച്ച് നിന്നുകൊണ്ട് ലെറ്റ് us together make the sun brighter. സോളാറിന്റെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് നിന്ന് ലെറ്റ് us make the sun brighter എന്നുള്ളതാണ്. ലെറ്റ് us together make the sun brighter എന്നുള്ളതാണ് വിഷൻ. അതായത് ടു പ്രൊമോട്ട് ദ യൂസ് ഓഫ് സോളാർ എനർജി അറൌണ്ട് ദി വേൾഡ്. ലോകമെമ്പാടും സോളാർ എനർജിയെ ഉപയോഗിക്കുക, അതിന്റെ പ്രൊമോഷൻ, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അഡ്വാൻസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മിഷൻ. ഇനി എന്താണ് മിഷൻ? ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മിഷൻ. എവരി ഹോം നോ മാറ്റർ ഹൗ ഫാർ അവേ വിൽ ഹാവ് എ ലൈറ്റ് അറ്റ് ഹോം. എല്ലാ വീടുകളിലും നോ മാറ്റർ ഹൗ ഫാർ അവേ, എത്ര ദൂരെയാണെങ്കിലും എല്ലാ വീടുകളിലും ഒരു വെളിച്ചം ഉണ്ടായിരിക്കണം. വിൽ ഹാവ് എ ലൈറ്റ് അറ്റ് ഹോം. അതാണ് മിഷൻ എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. വിഷനും മിഷനും തിരിഞ്ഞു പോരുത്. വിഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ മുന്നോട്ടുള്ള കാര്യമാണ്, ലോങ് ടേം ആയിട്ടുള്ള ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. Let us together make the sun brighter. That means to promote the use of solar energy around the world. Mission എന്ന് പറയുമ്പോൾ every home no matter how far away will have a light at home. ഇതാണ് ഇതിന്റെ വിഷനും മിഷനും. ഓക്കെ ആണല്ലോ? ഇവിടെ വെച്ച് തന്നെ അത് പഠിക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്.
ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മളുടെ പൊല്യൂഷൻ ഭാഗമുണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, പൊല്യൂഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാം. അത് നമ്മൾ എന്താണ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതായത് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എയർ ക്വാളിറ്റിയെ ചെക്ക് ചെയ്യുന്ന, എയർ എത്രത്തോളം സ്യൂട്ടബിൾ ആണ്, ഹെൽപ്ഫുൾ ആണോ, പൊല്യൂട്ടഡ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കുന്ന കളർ കോഡും നമ്പേഴ്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. പിന്നെ ഓർക്കുക, 2024 ഡേറ്റ അപ്ഡേറ്റഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നോട്ട്സ് ക്ലാസ് പറയുന്നത്. ഇതും നമ്മൾ എന്ത് ചെയ്യുക, എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റും നമ്മൾ ചെക്ക് ചെയ്യണം. പുതിയതായിട്ടുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്ത് നോക്കണം. ഇതെന്നൊക്കെ പറഞ്ഞ പ്രീവിയസ് ഡേറ്റ വെച്ചിട്ടുള്ള നോട്ട്സ് ആണ്. ഇപ്പോൾ നിലവിലുള്ള 2024 അപ്ഡേഷൻസേ ഉള്ളൂ. പുതുതായിട്ട് എന്താണ് ഇനി അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താ വെബ്സൈറ്റിൽ നോക്കി ചെക്ക് ചെയ്തിട്ട് പോകണം. പുതിയ ഇതിൽ നിന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ്, എന്തെങ്കിലും കൺട്രീസിന്റെ കാര്യമോ കളർ കോഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് പോകണം. അപ്പൊ ഇത് 2024 ഡേറ്റ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വീണ്ടും പറയുകയാണ്, വെബ്സൈറ്റുകൾ നോക്കി അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ്, ഇൻഫോർമേഷൻസ് ചെക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നോക്കിയേ, Government of India in 2014 launched National Air Quality to measure the air quality in cities and towns with the slogan one number, one color, one description. നമ്മൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് പോവാന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് തെറ്റെന്നല്ല അതിൻ്റെ അർത്ഥം. ചെറിയ അപ്ഡേഷൻസ് വരാം. ചിലപ്പോൾ കൺട്രീസിന്റെ എണ്ണത്തിലോ അല്ലെങ്കിൽ പുതിയതായിട്ട് അവർ എന്തെങ്കിലും ടാർഗറ്റ് ഗോൾസ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാനാണ് പറയുന്നത്. അല്ലാതെ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തെറ്റിപ്പോകും അല്ലെങ്കിൽ അതൊക്കെ മിസ്റ്റേക്ക് ആണ് അതിൽ വരുമെന്നല്ല. ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തിട്ട് പോവുക. ഇനി അതായത് 2014 നമ്മളുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു നാഷണൽ എയർ ക്വാളിറ്റി ലോഞ്ച് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെഷർ ദി എയർ ക്വാളിറ്റി. പേര് പോലെ തന്നെ നമ്മളുടെ എയറിന്റെ ക്വാളിറ്റി ഇൻ സിറ്റീസ് ആൻഡ് ടൗൺസ്. അതായത് വലിയ പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സിറ്റീസിലും ടൗൺസിലും ഒക്കെ എയറിന്റെ ക്വാളിറ്റി, അതായത് എയർ എത്രത്തോളം ശുദ്ധമാണ്, ഹെൽത്തി എയർ ആണോ എന്നൊക്കെ ഉള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 2014 ഇന്ത്യ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് നാഷണൽ എയർ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു, വൺ നമ്പർ, വൺ കളർ, വൺ ഡിസ്ക്രിപ്ഷൻ. അതായത് ഒരു നമ്പർ, ആ ഒരു നമ്പറിനെ ഫോളോ ചെയ്ത ഒരു കളർ, ആ കളറിന് ഒരു ഡിസ്ക്രിപ്ഷൻ. വൺ നമ്പർ, വൺ കളർ, വൺ ഡിസ്ക്രിപ്ഷൻ. The higher the air quality index value, the greater the level of air pollution and greater the health concern. അതായത് എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ എത്രത്തോളം കൂടുതലാണോ, ഹയർ ആണോ, അത്രയും തന്നെ എയർ പൊല്യൂഷന്റെ ലെവൽ കൂടുതലായിരിക്കും. അതുപോലെ നമ്മുടെ ഹെൽത്തിന് കൺസേൺ, അത്രത്തോളം നമ്മൾ ആ വായു ശ്വസിക്കുന്ന അനുസരിച്ച് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. അപ്പൊ അത്രയും ഹെൽത്ത് കൺസേൺ ആണ് അവിടെ വരുന്നത്. ഇനി ആസ് ദ എയർ ക്വാളിറ്റി ഇൻഡെക്സ് റൈസസ്, a greater percentage of population is expected to suffer from negative health effects. അത് നമുക്കറിയാം, എയർ ക്വാളിറ്റി ഇൻഡെക്സ് കൂടുന്ന അനുസരിച്ച് അത്രയും എയർ എന്ന് പറയുന്നത് പൊല്യൂട്ടഡ് ആണ്. അപ്പൊ അങ്ങനെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ വരുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനെ കുറിച്ച് എന്താണ്, നമ്മളത് നെഗറ്റീവായിട്ട് ബാധിക്കും. അത്രയും തന്നെ നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ള ഹെൽത്ത് ഇഫക്ട്സ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഗ്രേറ്റർ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ, ഒരുപാട് ആളുകളെ എന്താണ് അത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ശ്വസിക്കുമ്പോൾ റെസ്പിറേഷന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടാകും, ഈവൻ എന്താണ് നമ്മൾക്ക് അസുഖം വന്ന് ഡെത്ത് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് ഇഫക്ട്സ് ആണ് ഉണ്ടാവുന്നത്. ഇനി സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം അതൊരു അസുഖമാണ്. സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം ജസ്റ്റ് ഇനിയിപ്പോ SBS എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇറ്റ്സ് ആട്രിബ്യൂട്ടബിൾ ടു എക്സ്പോഷർ ടു ബിൽഡിംഗ് വേരിയബിൾസ്. അതായത് പേര് പോലെ തന്നെ ഇൻഡോർ എയർ ക്വാളിറ്റി, ലൈറ്റിംഗ്, നോയ്സ്, സൈക്കോളജിക്കൽ ഇഫക്ട്സ്, അതായത് ബിൽഡിംഗ് വേരിയബിൾസ് ആണ്. സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു അസുഖമാണ്. ഇപ്പൊ നമ്മൾ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുക, എല്ലാവരും അവരവരുടെ ബിൽഡിങ്ങിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വീടുകളിൽ ഉണ്ടാവുമ്പോൾ ചില എന്താണ് നമ്മളുടെ അതിനകത്തുള്ള ഇൻഡോർ എയർ ക്വാളിറ്റി, മീൻസ് നമ്മളുടെ വീടിനകത്തുള്ള നമ്മളുടെ ഇൻഡോർ എയർ ക്വാളിറ്റി, ലൈറ്റിംഗ്, നോയ്സ്, സൈക്കോളജിക്കൽ ഇഫക്ട്സ് ഇതിനൊക്കെ എക്സ്പോഷർ ആവുമ്പോൾ, ഇത്തരത്തിലുള്ള ബിൽഡിംഗ് വേരിയബിൾസിന് എക്സ്പോഷർ ആവുമ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ചില നെഗറ്റീവ് ആയിട്ടുള്ള ഇഫക്ട്സ്, ഹെൽത്ത് ഇമ്പാക്ട്സുകൾ ഉണ്ടാവും. അതാണ് നമ്മളുടെ സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത്.
നമ്മളുടെ ഔട്ട്ഡോർ എയർ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് ഇൻഡോർ എയർ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എവിടെ ഇരുന്നാലും നമ്മൾക്ക് ശ്വസിക്കുന്ന വായു എന്ന് പറയുന്നത് എന്താ അത്രയും ഹെൽത്തിയർ ആയിരിക്കണം, ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം. ദാറ്റ് മീൻസ് പൊല്യൂട്ടഡ് ആവരുത്, പൊല്യൂഷനെ ഉണ്ടാവരുത്, ശുദ്ധമായ വായു ശ്വസിക്കാൻ നമുക്ക് പറ്റണം. അത് ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഡോർ എയർ ക്വാളിറ്റി അല്ലെങ്കിൽ അവിടെ ഉള്ള ലൈറ്റിംഗ്, നോയ്സ്, അത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ഇഫക്ട്സ് ഒക്കെ എന്താണ് ബാധിക്കുന്നതാണ്, നമ്മളുടെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് സിക്ക് ബിൽഡിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി ഇത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് 8 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയർ കണ്ടാമിനൻസ്, നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള അന്തരീക്ഷത്തിലുള്ള 8 പ്രധാനപ്പെട്ട എയർ കണ്ടാമിനൻസിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ 10 PM10, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ PM, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ എന്നുള്ളതാണ് PM 2.5, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓസോൺ, അമോണിയ, ലെഡ്. അപ്പൊ ഇത്രയും എയർ കണ്ടാമിനൻസിനെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട്. 8 ഇമ്പോർട്ടന്റ് എയർ കണ്ടാമിനൻസ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവുക. പുതുതായിട്ടുള്ള എയർ കണ്ടാമിനൻസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടോ അതോ ഈ പറഞ്ഞിട്ടുള്ള 8 എണ്ണം മാത്രമേ ഉള്ളൂ, ഇതിൽ എന്തെങ്കിലും റിഡക്ഷൻസ് വന്നിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകണമെന്നാണ് നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട എയർ കണ്ടാമിനൻസിനെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ. പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ PM10, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ സൈസ് PM 2.5, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓസോൺ, അമോണിയ ആൻഡ് ലെഡ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് പേര് പോലെ തന്നെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അത് പരിശോധിക്കുമ്പോൾ നമ്മളുടെ എയർ എന്ന് പറയുന്ന ഓരോ നമ്പർ ഉണ്ട്, അതനുസരിച്ചിട്ട് ഓരോ കളർ ഉണ്ട്, അതനുസരിച്ചിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. എത്രത്തോളം എയർ പൊല്യൂട്ടഡ് ആണ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി എത്രയാണ്, അതിന്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കൂടുന്ന അനുസരിച്ച് നമ്മളുടെ എയർ ക്വാളിറ്റി വളരെ കുറവാണ്, പൊല്യൂട്ടഡ് ആണ്. അപ്പൊ നമ്മളുടെ ഹെൽത്ത് കൺസേൺ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, നമ്മൾക്ക് നെഗറ്റീവായിട്ട് നമ്മളുടെ ആരോഗ്യത്തിനെ ബാധിക്കും. അത്രയും ക്വാളിറ്റി ഇൻഡെക്സ് കൂടുന്ന അനുസരിച്ച് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇനി നോക്കിക്കേ, ഇത് എത്രത്തോളം വ്യൂബിൾ ആണെന്ന് അറിയില്ല കളറ്, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ചിലപ്പം ഈ ഒരു കളർ വരുമ്പം വ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ നോട്ട്സിൽ നോട്ട് ചെയ്ത് വെക്കുക കളർ. നമ്മൾ ആദ്യമേ പറഞ്ഞു 1 നമ്പർ 1 കളർ ഡിസ്ക്രിപ്ഷൻ. ഒരു നമ്പർ ഉണ്ടായിരിക്കും, ആ നമ്പറിന് ഒരു കളർ ഉണ്ടായിരിക്കും, അതിനൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. നോക്കിക്കേ, ഡെയിലി എയർ ക്വാളിറ്റി ഇൻഡെക്സ് കളർ, ലെവൽസ് ഓഫ് കൺസേൺ, എത്രത്തോളം നമ്മൾക്ക് കൺസേൺ ഉണ്ടായിരിക്കണം ഹെൽത്തിനെ കുറിച്ച്, ഇൻഡെക്സിന്റെ വാല്യൂ എങ്ങനെയാണ്, ആ എയർ ക്വാളിറ്റിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ ഇത് കുറച്ച് പേർക്കൊക്കെ വ്യൂബിൾ ആയിരിക്കും, ഇങ്ങനെ കളർ ഇട്ടിരിക്കുന്നതുകൊണ്ട്. അപ്പൊ ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് പോകുക, അപ്പൊ പ്രശ്നം വരത്തില്ല. നോക്കിക്കോ, ഗ്രീൻ കളർ എന്ന് പറയുന്നത്, ഈ ഗ്രീൻ കളർ ഇത്രയും കളേഴ്സ് ആണ്. 1 നമ്പർ, ഇത് നമ്പേഴ്സ് ആണ്, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ, ആ കളറിൽ തന്നെയാണ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, പർപ്പിൾ, മെറൂൺ. എങ്ങനെയാണ് നോക്കിയേ, ഗ്രീൻ കളർ എന്ന് പറയുന്ന എന്താണ്? ഗ്രീൻ എന്ന് പറയുന്നത് എന്താ? ഗ്രീൻ നമുക്കറിയാം, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് ഗ്രീൻ എന്ന് പറയുന്നത്. ഗുഡ് ആണ്, ലെവൽ ഓഫ് കൺസേൺ എന്ന് പറയുന്നത് ഗുഡ്. ഗ്രീൻ കളർ വന്നു കഴിഞ്ഞാൽ ഗുഡ് ആണ് അവിടുത്തെ ലെവൽ ഓഫ് കൺസേൺ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 to 50. എങ്ങനെ പഠിക്കണം? എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ, അതായത് AQI വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 50ക്കും, അതായത് 0നും 50നും ഇടയിലാണെങ്കിൽ നമ്മളുടെ എയർ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ? ഗുഡ് ആണ്. ലെവൽ ഓഫ് കൺസേൺ എന്ന് പറയുന്നത് ഗുഡ് ആണ്. അവിടുത്തെ ഡിനോട്ട് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. എന്താണ് ഡിസ്ക്രിപ്ഷൻ? എയർ ക്വാളിറ്റി ഈസ് സാറ്റിസ്ഫാക്ടറി ആൻഡ് എയർ പൊല്യൂഷൻ പോസസ് ലിറ്റിൽ ഓർ നോ റിസ്ക്. എയർ ക്വാളിറ്റി എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് ആണ്, തൃപ്തികരമാണ്. എയർ പൊല്യൂഷൻ പോസസ് ലിറ്റിൽ അല്ലെങ്കിൽ നോ റിസ്ക്, വളരെ കുറച്ചായിട്ടുള്ള റിസ്കേ ഉള്ളൂ അല്ലെങ്കിൽ റിസ്കേ ഇല്ല. ഗ്രീൻ കളർ വരുമ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എയർ ക്വാളിറ്റി ആണ്. 0ക്കും 50ക്കും എയർ ക്വാളിറ്റി ഇൻഡെക്സ് വരുമ്പോൾ ഉള്ള ഇതെന്ന് പറയുന്നത് നമ്മളുടെ കൺസേൺ എങ്ങനെയായിരിക്കണം? ഗുഡ് ആണ്, ഗ്രീൻ കളർ ആണ് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് യെല്ലോ. യെല്ലോ എന്ന് പറയുമ്പോൾ കുറച്ച് മോഡറേറ്റ് ആണ്, ഗ്രീനിനേക്കാളും കുറച്ച് താഴെ വരുമ്പോഴാണ് മോഡറേറ്റ്. ലെവൽ ഓഫ് കൺസേൺ എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ആണ്. അത് 51നും 100നും ഇടയ്ക്ക് എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഈ പറഞ്ഞിട്ടുള്ള യെല്ലോ കളർ വരുന്നത്. 51നും 100നും ഇടയിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വാല്യൂ വരുമ്പോൾ കൺസേൺ ലെവൽ എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്. കുറച്ച് നമ്മൾ ഒന്ന് ഇച്ചിരി ഇതായിട്ടിരിക്കുക,
യെല്ലോ കളറാണ്. അവിടുത്തെ എയർ ക്വാളിറ്റി ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എയർ ക്വാളിറ്റി ഈസ് അക്സെപ്റ്റബിൾ, ഹൗവർ ദർ മേ ബി എ റിസ്ക് ഫോർ സം പീപ്പിൾ, particularly those who are unusually sensitive to എയർ പൊല്യൂഷൻ. എയർ ക്വാളിറ്റി നമ്മൾക്ക് അംഗീകരിക്കാം, അക്സെപ്റ്റബിൾ ആണ്, പക്ഷെ കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു റിസ്ക് ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് അലർജറ്റിക് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെ ഉള്ള ആളുകൾക്ക് കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും ആ ഒരു റേഞ്ച് വരുമ്പോൾ 51 to 100 എന്ന് പറയുമ്പോൾ. ഇനി എന്താ അടുത്ത് വരുമ്പോൾ ഓറഞ്ച് ആയി, ഓറഞ്ച് കളറിലേക്ക് എത്തി. അൺഹെൽത്തി ഫോർ സെൻസിറ്റീവ് ഗ്രൂപ്പ്സ് ആണ്. അതായത് 101നും 150നും ഇടയിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് ഡിനോട്ട് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ്. അത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതുപോലത്തെ അലർജീസും റെസ്പിറേറ്ററി ഡിസീസസും ഉള്ള ആളുകൾക്ക് അൺഹെൽത്തി ആണ്. എന്താണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ? മെമ്പേഴ്സ് ഓഫ് സെൻസിറ്റീവ് ഗ്രൂപ്പ്സ് മേ എക്സ്പീരിയൻസ് ഹെൽത്ത് ഇഫക്ട്സ്, ദ ജനറൽ പബ്ലിക് ഈസ് ലെസ് ലൈക്ലി ടു ബി അഫക്റ്റഡ്. അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക്, പെട്ടെന്ന് പൊടി അടിച്ചാൽ അലർജിറ്റിക് ആവുന്ന ആളുകൾ, അല്ലെങ്കിൽ ശ്വാസമുട്ട് ഉള്ളവർ, ആസ്മ ഉള്ളവർ, അത്തരത്തിൽ സെൻസിറ്റീവ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഹെൽത്ത് ഇഫക്ട്സ് ഉണ്ടാകും. ജനറൽ പബ്ലിക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മാത്രമായിരിക്കും അഫക്റ്റഡ് ആവുന്നത്. ഇനിയാണ് പ്രശ്നക്കാരൻ റെഡ്. റെഡ് എന്ന് പറയുമ്പോൾ എന്താ? എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് 151നും 200നും ഇടയിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ വാല്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ ഡിനോട്ട് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ്. അതായത് അൺഹെൽത്തി, എല്ലാവരെയും നെഗറ്റീവായിട്ട് ബാധിക്കും, അൺഹെൽത്തി ആണ്. സം മെമ്പേഴ്സ് ഓഫ് ദ ജനറൽ പബ്ലിക് മേ എക്സ്പീരിയൻസ് ഹെൽത്ത് ഇഫക്ട്സ്, മെമ്പേഴ്സ് ഓഫ് സെൻസിറ്റീവ് ഗ്രൂപ്പ് മേ എക്സ്പീരിയൻസ് മോർ സീരിയസ് ഹെൽത്ത് ഇഫക്ട്സ്. മൊത്തത്തിൽ ജനറൽ പബ്ലിക്കിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും എന്താ ഹെൽത്ത് ഇഫക്ട്സ് ഉണ്ടാവും. സെൻസിറ്റീവ് ഗ്രൂപ്പ്, അലർജറ്റിക് ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് അലർജറ്റിക് അസുഖങ്ങൾ വരുന്ന ആളുകൾക്ക് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും ഈ ഒരു റേഞ്ച് വരുമ്പോൾ. ഇനി അടുത്തത് പർപ്പിളും മെറൂണുമാണ്. അപ്പൊ ഇത്ര റെഡ് ആയി കഴിഞ്ഞപ്പോഴേ പ്രശ്നമാണ്. ഇനി 201നും 300നും ഇടയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വാല്യൂ ആണെങ്കിൽ, 201നും 300നും ഇടയിലാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എങ്കിൽ കളർ ഏതാണ്? പർപ്പിൾ കളറാണ്. പർപ്പിൾ കളറാണ്. അപ്പം വെരി അൺഹെൽത്തി, വളരെ അൺഹെൽത്തി ആണ്. 201നും 300. ഹെൽത്ത് അലേർട്ട് ആണ്. അവിടെ നമ്മുടെ ഹെൽത്ത് അലേർട്ട്, ദ റിസ്ക് ഓഫ് ഹെൽത്ത് ഇഫക്ട്സ് ഈസ് ഇൻക്രീസ്ഡ് ഫോർ എവരി വൺ. അവിടെ അലേർട്ട് ആണ്. വളരെ എയർ എന്ന് പറയുന്നത് വളരെ പൊല്യൂട്ടഡ് ആണ്. എല്ലാ ആളുകളുടെയും ഹെൽത്ത് ഇഫക്റ്റ് എന്ന് പറയുന്നത് റിസ്ക് ആണ്. അതിന്റെ റിസ്ക് കൂടി വരികയാണ്. ഇനി മെറൂൺ കളർ. മെറൂൺ കളർ എന്ന് പറഞ്ഞാൽ ഹസാഡസ് ആണ്. ഹസാഡസ് എന്ന് പറയുന്നത് ഹൈലി പൊല്യൂട്ടഡ്, അപകടകരമാണ്. ദാറ്റ് മീൻസ് 301 അതിൽ കൂടുതൽ വരുന്ന എയർ ക്വാളിറ്റി ഇൻഡെക്സ് 301, 301 അതിൽ കൂടുതലായാൽ ഹസാഡസ് ആണ്. ഹെൽത്ത് വാർമിംഗ് ഓഫ് എമർജൻസി കണ്ടീഷൻസ്, ഹെൽത്ത് വാർണിംഗ് ഓഫ് എമർജൻസി കണ്ടീഷൻ, എവ്രി വൺ ഈസ് മോർ ലൈക്ലി ടു ബി അഫക്റ്റഡ്. എമർജൻസി കണ്ടീഷൻസ് നമ്മൾ ഹെൽത്ത് വാർണിംഗ് കൊടുക്കുകയാണ്. എയർ എന്ന് പറയുന്നത് ഹൈലി പൊല്യൂട്ടഡ് ആണ്. അപ്പൊ എല്ലാവരും മാസ്ക് ഒക്കെ ധരിക്കുക. അത്തരത്തിലുള്ള ഹെൽത്ത് വാർണിംഗ്സ് കൊടുക്കുന്നു. എല്ലാ ആളുകളും എന്താണ് അഫക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ ചാർട്ട്. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ ഈ ക്ലാസ് അപ്ലോഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ ഒരു ഡയഗ്രാം പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഈ ഒരു PPT അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ എന്താണ് പിൻ ചെയ്തിരിക്കാം. കുറച്ച് പേര് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. ഈ ക്ലാസ് അപ്ലോഡ് ആവുന്ന സമയത്ത് എന്താണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇത് പിൻ ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, ഇതിന്റെ കൂടെ ഇതിന്റെ കമന്റ് സെക്ഷനിൽ നമ്മൾ ഈ ഒരു ചാർട്ട് പിൻ ചെയ്തിരിക്കും. അപ്പൊ അത്രയും ഈ ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് നോക്കി കഴിയുമ്പോൾ അറിയാം ഈ ഒരു രീതി വരെയും എന്താണ് ഹസാഡസ് ആയിട്ട് വരെയും നമ്മളുടെ എയർ എന്ന് പറയുന്നത് പൊല്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്സ് ആണ്. അത് നമ്മൾ കുറെ ഈ എന്താണ് എൻവയോൺമെന്റൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ആക്ട്സിന്റെ ഡേറ്റ് ഒക്കെ വെച്ചിട്ട്. അതൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്സ് ആർ ലോസ് ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എൻവയോൺമെന്റിനെ, നമ്മളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അതിന്റെ ഇംപ്രൂവ് ചെയ്യുക, അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെന്റ് വിത്ത് കീ എക്സാമ്പിൾസ്. അതിൽ ചില ആക്ടുകൾ പറയാം. ഇന്ത്യസ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, അതായത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, ഡേറ്റുകൾ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. വാട്ടർ ആക്ട് എന്ന് പറഞ്ഞാൽ വാട്ടർ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ആക്ട് എന്നുള്ളത് തന്നെയാണ് 1974. അതുപോലെ എയർ ആക്ട് എന്ന് പറയുന്ന എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട്, അത് 1981. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. These acts establish authority for the government to regulate pollution. അതായത് ഈ ആക്ട്സ് കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്?
പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക. വാട്ടർ ആക്ട് എന്ന് പറയുമ്പോൾ വാട്ടർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ കൺട്രോൾ ആക്ട് ആണ്. എയറിന്റെ പറയുമ്പോൾ എയർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ കൺട്രോൾ ആക്ട്. അപ്പൊ എന്താണ്? പൊല്യൂഷൻ റെഗുലേറ്റ് ചെയ്യുക, സെറ്റ് എൻവയോൺമെന്റൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അതുപോലെ എൻവയോൺമെന്റൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, കൺട്രോൾ ഹസാർഡസ് സബ്സ്റ്റൻസസ് ആൻഡ് ആക്ടിവിറ്റീസ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതുപോലെ ദേ ഓഫൺ വർക്ക് ടുഗദർ ആസ് എ ഫ്രെയിംവർക്ക് ഫോർ എൻവയോൺമെന്റൽ ഗവേണൻസ് വിത്ത് സ്പെസിഫിക് റൂൾസ് ആൻഡ് പെനാലിറ്റീസ് ഫോർ വയലേഷൻസ്. അതായത് എൻവയോൺമെന്റൽ ഗവേണൻസിനും അതുപോലെ ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് വർക്ക് ചെയ്യുക. ഫോർ എൻവയോൺമെന്റൽ ഗവേണൻസ് വിത്ത് സ്പെസിഫിക് റൂൾസ് ആൻഡ് പെനാൽറ്റി ഫോർ വയലേഷൻസ്. അതായത് റൂളുകൾ ഫോളോ ചെയ്തും ഈ ആക്ടുകൾ വയലേറ്റ് ചെയ്യുന്ന റൂൾസ് വയലേറ്റ് ചെയ്യുന്നവർക്ക് അതനുസരിച്ചിട്ടുള്ള പെനാൽറ്റീസും കൊടുത്ത് എൻവയോൺമെന്റിനെ ഗവേൺ ചെയ്യുക എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ. പ്രധാനമായിട്ടും ഈ ആക്ട്സിന്റെ ഡേറ്റ് പഠിച്ചു വെക്കണം. അതായത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട്, വാട്ടർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ആക്ട് 1974, എയർ പൊല്യൂഷൻ ആൻഡ് പ്രിവെൻഷൻ ആക്ട് 1981, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1970. ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? പൊല്യൂഷൻ റെഗുലേറ്റ് ചെയ്യുക, എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ഹസാർഡസ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ്സും ആക്റ്റും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഇന്റർനാഷണൽ എഗ്രിമെന്റ്സും എഫോർട്സും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനിയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താലേ നമ്മൾക്ക് എന്താണ് പറ്റത്തുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മിഷൻസ് അണ്ടർ ദി നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന് 8 മിഷൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നാഷണൽ സോളാർ മിഷൻ ഉണ്ടായിരുന്നു, അതുപോലെ നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ സ്പെസിഫിക് sustaining the Himalayan ecosystem, National Mission for Sustainable Habitat, National Mission for Sustainable Agriculture, National Mission for Green India, National Mission for Strategic Knowledge for Climate Change. ഇങ്ങനെ 8 നാഷണൽ മിഷൻസ് ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്കിയേ, ഈ താഴെ തന്നിരിക്കുന്നതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മിഷൻസ് അണ്ടർ ദി നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്? ഒന്നാമത്തെ ഓപ്ഷൻ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം, സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണ്? ഏതൊക്കെ വരും? 1ഉം 3ഉം, അതായത് ഓപ്ഷൻ ഡി. ഏതൊക്കെ വരുന്നേ? ഹിമാലയൻ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം. അതുപോലെ മൂന്നാമത്തെ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, നാഷണൽ മിഷൻ ഓൺ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഓപ്ഷൻ ഡി 1 and 3 ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് പാരീസ് എഗ്രിമെന്റ്? പാരീസ് എഗ്രിമെന്റിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ദ എഗ്രിമെന്റ് ഫോക്കസസ് ഓൺ മിറ്റിഗേഷൻ മെഷേഴ്സ് ഫോർ എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അതായത് എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ചിട്ടല്ല പാരീസ് എഗ്രിമെന്റിൽ പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. The agreement recognizes the principle of equity and common but differentiated responsibility. അത് പറയുന്നുണ്ട് എഗ്രിമെന്റിനകത്ത് 4 കാറ്റഗറീസിൽ നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് കണ്ടോ, ഫസ്റ്റ് പാരീസ് എഗ്രിമെന്റിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. എന്താ ഇവിടെ? ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ കേസാണ് പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യങ്ങളാണ് പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ് ലിമിറ്റ് ചെയ്യണം. അതുപോലെ പറയുന്നുണ്ട് എന്താണ്? ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് കൺട്രീസ് ദാറ്റ് ആർ വെരി വൾണറബിൾ ടു ദ അഡ്വേഴ്സ് ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് പാരീസ് എഗ്രിമെന്റിനകത്ത് പറയുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്സ് അറിയാമെങ്കിൽ തന്നെ നമ്മൾ എന്താണ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇല്ല, എൻവയോൺമെന്റൽ പൊല്യൂഷന്റെ കാര്യമല്ല പറയുന്നത്. അപ്പൊ തന്നെ നമ്മൾക്ക് എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല, ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല, പിന്നെ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. കാരണം 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? ഇല്ല. പാരീസ് എഗ്രിമെന്റിൽ എഗ്രിമെന്റ് ഫോക്കസസ് ഓൺ മിറ്റിഗേഷൻ മെഷേഴ്സ് ഫോർ എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ല, അത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അപ്പൊ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ആ 1 എന്നുള്ളൊരു ഓപ്ഷൻ വരുന്ന എയും ബിയും ഡിയും ഇല്ല. പിന്നെ ഏത് ഓപ്ഷനാണ്?
ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് 2ഉം 3യും ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Paris Agreement pertains to 2020 climate actions and the agreement recognizes the principle of equity and common but differentiated responsibility. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ പാരീസ് എഗ്രിമെന്റിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റേ ഇല്ല. അപ്പൊ ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. മോൺട്രിയൽ പ്രോട്ടോകോൾ എയിംസ് അറ്റ്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ് ലക്ഷ്യം? മോൺട്രിയൽ എന്ന് പറയുമ്പോഴേ പറഞ്ഞു ഓ എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് എന്ന് ഓർക്കുക. അതിന്റെ എമിഷൻസ് റെഗുലേറ്റ് ചെയ്യുക. ഓപ്ഷൻ എ റിഡക്ഷൻ ഇൻ എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഫേസിംഗ് ഔട്ട് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്, prohibiting transboundary movement of hazardous waste. Option D, enhancing cooperation among UN member states പീസ്ഫുൾ യൂസസ് ഓഫ് ന്യൂക്ലിയർ എനർജി. നമുക്കറിയാം മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണ്? ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ പ്രൊഡക്ഷനും എമിഷനും ഒക്കെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുക. അപ്പൊ ഫേസിംഗ് ഔട്ട് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. In the recently launched air quality index in India, which of the following pollutants is not included? അതായത് ഇപ്പം റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉണ്ടായിരുന്നു. അതിൽ ഈ പറഞ്ഞിരിക്കുന്ന പൊല്യൂട്ടൻസിൽ ഇൻക്ലൂഡഡ് ആകാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ വരാത്തത് ഓപ്ഷൻ ഡി CFC ആണ്. അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ് അതിൽ ഇൻക്ലൂഡഡ് ആകാത്തത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. ബ്ലൂ ബേബി സിൻഡ്രോം ക്യാൻ ഹാപ്പൻ ഡ്യൂ ടു എക്സസ് ഓഫ് വിച്ച് കമ്പോണന്റ് ഇൻ വാട്ടർ? ബ്ലൂ ബേബി സിൻഡ്രോം ഇത്തരത്തിലുള്ള എന്താണ് അസുഖങ്ങളെ ഡിസീസസിനെ കുറിച്ച് എന്താ ചോദിക്കും. അത് ഏതുമായിട്ടാണ് കോസ് ചെയ്യുന്നത്, അതിന്റെ കാരണം എന്താണ്? ഒന്നെങ്കിൽ ഇത്തരത്തിൽ എന്താ സിംഗിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് വേണം പോവാൻ. ബ്ലൂ ബേബി സിൻഡ്രോം ഇത് വെള്ളത്തില് ഏതിന്റെ അളവ് കൂടുമ്പോഴാണ് ഈ ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടാവുന്നതെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ബ്ലൂ ബേബി സിൻഡ്രോം ക്യാൻ ഹാപ്പൻ ഡ്യൂ ടു എക്സസ് ഓഫ് വിച്ച് കമ്പോണന്റ്? അതായത് നൈട്രേറ്റ്സ്. അതായത് ഓപ്ഷൻ സി നൈട്രേറ്റ്സ് ആണ്. അതായത് നൈട്രേറ്റ്സിന്റെ അളവ് വെള്ളത്തിൽ കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ബ്ലൂ ബേബി സിൻഡ്രോം സംഭവിക്കുന്നത്. ഇനി അത് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. അതായത് ബ്ലൂ ബേബി സിൻഡ്രോം ക്യാൻ കോസ്ഡ് ബൈ നൈട്രേറ്റ്സ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ലീഡിങ് ടു മെത്മോഗ്ലോബിനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തും. അതായത് നൈട്രേറ്റ്സിന്റെ അളവ് കൂടുതലുള്ള വെള്ളം, അതായത് ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഉള്ളിൽ എത്തിക്കഴിയുമ്പം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറിൽ നിന്നുള്ള നൈട്രേറ്റ്സ് നമ്മളുടെ ശരീരത്തിൽ പ്രവേശിച്ച് നമ്മളുടെ ഹീമോഗ്ലോബിനെ എന്താക്കി മാറ്റുന്നു? മെത്മോഗ്ലോബിനീമിയ ആക്കി മാറ്റുക. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ബ്ലഡ് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുകയാണ്. അങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു ബ്ലൂ ബേബി സിൻഡ്രോം ആയിട്ട് ഉണ്ടാവുന്നത്. ഈ കൊച്ചു കുട്ടികളിലാണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ഫേറ്റൽ ആണ്. ഡെത്ത് വരെ സംഭവിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ പറയുന്ന ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയും. നമ്മളുടെ ശരീരത്തിൽ കയറിയിട്ട് നൈട്രേറ്റ്സ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറിൽ നിന്നും നമ്മളുടെ ഉള്ളിൽ ഈ നൈട്രേറ്റ്സ് എത്തുമ്പോൾ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് അത് എന്തായിട്ട് മാറും? മെത്മോഗ്ലോബിനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആവും. അതായത് നമ്മളുടെ ബ്ലഡിൽ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇൻഫൻസിലൊക്കെ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ഫേറ്റൽ ആണ്. അപ്പൊ ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടാവുന്നത് ഏത് കമ്പോണന്റ് എക്സസ് ആവുമ്പോഴാണ്? നൈട്രേറ്റ്സ് എന്ന് പറയുന്ന കമ്പോണന്റ് അമിതമായിട്ട് വെള്ളത്തിൽ ഉണ്ടാവുമ്പോഴാണ്, നമ്മളുടെ ശരീരത്തിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന ബ്ലൂ ബേബി സിൻഡ്രോം ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു മെത്മോഗ്ലോബിനീമിയയുടെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴും നിങ്ങൾക്ക് എന്താണ് അത് നമ്മൾക്ക് നോട്ട് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ അസേർഷനും റീസണുമാണ്. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ ബ്ലൂ ബേബി സിൻഡ്രോമിന്റെ നൈട്രൈറ്റ്സിന്റെ കേസ് പറഞ്ഞില്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ട, ഈ ഒരു ഭാഗം ചോദിക്കും. 2 ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് പല രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് അസേർഷനും റീസണുമാണ്. അസേർഷൻ പറഞ്ഞിട്ടുള്ളത് മെത്മോഗ്ലോബിനീമിയ ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബ്ലഡ് ഈസ് നോട്ട് ഏബിൾ ടു ക്യാരി ആൻഡ് ഡെലിവർ ഇനഫ് ഓക്സിജൻ ടു ദ ബോഡി. റീസൺ കൺസ്യൂമിംഗ് ഡ്രിങ്കിങ് വാട്ടർ വിത്ത് ഹൈ നൈട്രേറ്റ് ലെവൽ മേ കോസ് മെത്മോഗ്ലോബിനീമിയ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അതായത് മെത്മോഗ്ലോബിനീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? നമ്മളുടെ ബ്ലഡിന് ഓക്സിജനെ ക്യാരി ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ്സ് നോട്ട് ഏബിൾ ടു ക്യാരി ആൻഡ് ഡെലിവർ ഇനഫ് ഓക്സിജൻ ടു ദ ബോഡി. കറക്റ്റ് ആണ്, അസേർഷൻ കറക്റ്റാ.
റീസൺ എന്താ പറഞ്ഞേക്കുന്നത്? കൺസ്യൂമിങ് ഡ്രിങ്കിങ് വാട്ടർ വിത്ത് ഹൈ നൈട്രേറ്റ് ലെവൽ മേ കോസ് മെത്മോഗ്ലോബിനീമിയ. അതായത് ഹൈ നൈട്രേറ്റ്സ് ഉള്ള വെള്ളം നമ്മൾ ശരീരത്തിലേക്ക് വരുന്നത് മൂലം, അത് കുടിക്കുന്നത് മൂലമാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പം രണ്ട് കേസും, അതായത് അസേർഷനും റീസണും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ റീസൺ എന്ന് പറയുന്നത് അസേർഷനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി മാച്ച് ദി ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് ഇത് സോയിലിന്റെ ഓർഡറും ഡിസ്ക്രിപ്ഷനും ആണ്. ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. സോയിൽ പൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന ഭാഗത്തിൽ വരുന്നതാണ്. സോയിലിന്റെ ലെയർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, സോയിൽ ഓർഡർ ആണ് തന്നിരിക്കുന്നത്. ഹിസ്റ്റോസോൾസ്, ആന്റിസോൾസ്, ജെലിസോൾസ് ആൻഡ് ആരിഡിസോൾസ്. ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താ നോക്കിക്കോ, ഹിസ്റ്റോസോൾസ് എന്ന് പറയുന്ന ഏതാണ് വരുന്നത്? ഹിസ്റ്റോസോൾസ് എന്ന് പറയുന്നത് നാലാമത്തതാണ് വരുന്നത്. ഇത് തിക്ക് അപ്പർ ലെയർ ആണ് ഹിസ്റ്റോസോൾസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ അങ്ങ് പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അതായത് എ എന്ന് പറയുന്നത് 4 ആണ്. ഇതങ്ങ് പഠിച്ചു വെക്കുക. 4 ലെയേഴ്സും അതിന്റെ ഡിസ്ക്രിപ്ഷനും പഠിച്ചു വെക്കുക. പല രീതിയിൽ ചിലപ്പോൾ ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിക്കാം. സോയിൽ ഓർഡർ കൺസിസ്റ്റിംഗ് ഓഫ് സോയിൽസ് വിത്ത് എ തിക്ക് അപ്പർ ലെയർ ഓഫ് ഓർഗാനിക് മാറ്റർ. അതായത് തിക്ക് അപ്പർ ലെയർ ഓഫ് ഓർഗാനിക് മാറ്ററിൽ വരുന്നതാണ് എന്താ ഈ ഒരു സോയിൽ എന്ന് പറയുന്നത്. ഈ സോയിൽസ്, ഈ ഒരു ലെയറിനകത്ത് ഈ ഒരു ഓർഡർ എന്ന് പറയുമ്പോൾ തിക്ക് അപ്പർ ലെയർ ഓഫ് ഓർഗാനിക് മാറ്റർ ആണ് വരുന്നത്. ഇനി അടുത്തത് എന്താ? ആന്റിസോൾസ് എന്ന് പറയുന്നത് 1, അതായത് സോയിൽ ഓർഡർ ദാറ്റ് ഇൻക്ലൂഡ്സ് സോയിൽ ഫോംഡ് ഓൺ വോൾക്കാനിക് ആഷ്. അതായത് ഈ വോൾക്കാനോ ഇറപ്ഷൻ ഒക്കെ സംഭവിച്ച് ആ വോൾക്കാനിക് ആഷ് കൂടി കിടന്ന് ഫോം ചെയ്യുന്ന സോയിൽസ് ആണ് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ആന്റിസോൾസ് എന്ന് പറയുന്നത്. ഇനി ജെലിസോൾസ് എന്ന് പറയുന്നത് ഇത് 2, സോയിൽ ഓർഡർ ഓഫ് കോൾഡ് റീജിയൻസ് ആണ്, ഇൻക്ലൂഡിങ് സോയിൽസ് അണ്ടർലൈൻ ബൈ പെർമാഫ്രോസ്റ്റ്. അതായത് കോൾഡ് റീജിയൻസിലുള്ള സോയിൽ ഓർഡർ ആണ്. അതിൽ പെർമാഫ്രോസ്റ്റ് വഴി സോയിൽസ് അണ്ടർലൈൻ ബൈ പെർമാഫ്രോസ്റ്റ് ആണ്. അതാണ് ജെലിസോൾസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓർത്താൽ മതി. ജെൽ എന്ന് പറയുമ്പോൾ ഇച്ചിരി തണുപ്പുള്ളതല്ലേ, ഇച്ചിരി കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നില്ല. അപ്പൊ ആ ജെൽ എന്ന് പറയുമ്പോൾ കോൾഡ്, തണുപ്പ് എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഓക്കെ, ജെൽ എന്ന് പറയുമ്പോൾ ജെലിസോൾസ്, ജെൽ എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു സംഭവം. അപ്പൊ എന്താണ്? കോൾഡ് റീജിയൻസിൽ വരുന്ന ഒരു സോയിൽ ഓർഡർ. അപ്പൊ എന്താ അതുമായിട്ട് ബന്ധപ്പെട്ടത്? അണ്ടർലൈൻ ബൈ പെർമാഫ്രോസ്റ്റ്. അങ്ങനെ അങ്ങ് ഓർക്കുക. ഇനി ആരിഡിസോൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആരിഡ് റീജിയൻസ്. റീജിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്രൈ ക്ലൈമറ്റ്സ്. ആരിഡ് ക്ലൈമറ്റ്സ് എന്ന് പറയത്തില്ല, അതായത് ഡി. അപ്പൊ ഇപ്പൊ പഠിക്കാമല്ലോ. ആരിഡിസോൾസ് എന്ന് പറയുമ്പോൾ ആരിഡ് റീജിയൻസ് എന്ന് കേട്ടിട്ടില്ലേ? ARID, കുറച്ച് ഡ്രൈ ആയിട്ടുള്ളത്. അപ്പം ഡ്രൈ ക്ലൈമറ്റ്സുമായിട്ട് ഉള്ള സോയിൽസ് ആണ്, ആ ഒരു ഓർഡർ ആണ് എന്ത്? ആരിഡിസോൾസ് എന്ന് പറഞ്ഞാൽ ആരിഡ് റീജിയൻസ്. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ ഹിസ്റ്റോസോൾസ് എന്ന് പറയുമ്പോൾ A4 ആണ്. അപ്പം നമ്മളുടെ ഓപ്ഷൻ ഫസ്റ്റ്, ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ്. A4, B1, C2, D3. ഓക്കെ ആണല്ലോ. അപ്പം ഹിസ്റ്റോ എന്ന് പറയുമ്പോൾ തിക്ക് അപ്പർ ലെയർ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്. പിന്നെ ആന്റിസോൾസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വോൾക്കാനിക് ആഷസ്. ജെലിസോൾസ് എന്ന് പറയുമ്പോൾ കോൾഡ് റീജിയൻസിൽ വരുന്നത്. പിന്നെ ആരിഡിസോൾസ് എന്ന് പറയുമ്പോൾ ആരിഡ് റീജിയൻസ്, ഡ്രൈ ക്ലൈമറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്തത് ആവറേജ് നോയ്സ് ലെവൽസ്. ഇത് നോയ്സ് പൊല്യൂഷനിലെ ഭാഗത്ത് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോയ്സ് പൊല്യൂഷൻ നമുക്ക് എല്ലാ പൊല്യൂഷൻ എന്താണ് കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എക്കോളജി ക്ലാസ്സസിലും എൻവയോൺമെന്റൽ സ്റ്റഡീസിലും ഒക്കെ പഠിക്കുന്നതാണ്. അതിന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണിത്. ആവറേജ് നോയ്സ് ലെവൽസ് ഇൻ ഹെവി ട്രാഫിക് സോൺ ഇൻ മേജർ സിറ്റീസ് ഓഫ് ഇന്ത്യ ആർ ജനറലി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഞ്ചസ് ഓഫ് നോയ്സ് ലെവൽസ്. അതായത് ഇന്ത്യയിലെ മേജർ സിറ്റീസിലുള്ള ഹെവി ട്രാഫിക് സോൺ ഉണ്ടല്ലോ, അവിടെ ഉള്ള ആവറേജ് നോയ്സ് ലെവൽസ് ഈ പറഞ്ഞിട്ടുള്ള ഏത് റേഞ്ചിൽ വരുമെന്നുള്ളതാണ്. അത് ഓപ്ഷൻ ഡി ആണ്. 110 to 120 ഡെസിബിൾസ്, ആ ഒരു റേഞ്ചിലാണ് ഈ നോയ്സ് ലെവൽ വന്നിട്ടുള്ളത്. 110 തൊട്ട് 120 ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. Given below are 2 statements. Statement 1, small amount of atmospheric nitrogen dioxide is produced from polluting sources. Statement 2, most of the atmospheric nitrogen dioxide is produced due to photochemical reactions in the atmosphere. ഏതാണ്? 2 സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയേ. ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് സ്മോൾ എമൗണ്ട് ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുന്നത് പൊല്യൂട്ടിംഗ് സോഴ്സസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിയാണ്, ചെറിയ അളവിലെ നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ പൊല്യൂട്ടിംഗ് സോഴ്സസിൽ നിന്ന് പ്രൊഡ്യൂസ്ഡ് ആവും. അതുപോലെ മോസ്റ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഉണ്ടാവുന്നത്
അറ്റ്മോസ്ഫിയറിൽ സംഭവിക്കുന്ന ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അത് പഠിച്ചു വെക്കുക. കൂടുതൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ സംഭവിക്കുന്ന ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് മൂലമാണ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. അതായത് ഓപ്ഷൻ എ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള എഗ്രിമെന്റ്സ് വെച്ചിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെ രീതിയിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ എഫോർട്സ് ചോദിക്കും. ഫസ്റ്റ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ക്യോട്ടോ പ്രോട്ടോകോൾ. ഏത് വരും? മോൺട്രിയൽ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെന്റ്, ഇന്റർനാഷണൽ സോളാർ അലയൻസ്. നമുക്ക് ആദ്യം അറിയാവുന്ന ഒരു സംഭവമുണ്ട്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? സോളാർ എനർജി. അപ്പൊ എനർജി എന്നുള്ളൊരു വാക്ക് നമുക്ക് കിട്ടി. അതുകൊണ്ട് ഡി എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ, ക്ലീൻ ആൻഡ് അഫോർഡബിൾ എനർജി. ഇനി അടുത്ത എന്താ? അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കിട്ടും. ഡി എന്ന് പറയുന്നത് ഓപ്ഷൻസ് വെച്ച് നമുക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഡി എന്ന് പറയുന്നത് 1 വരുന്ന ഒരൊറ്റ ഓപ്ഷനെ ഇതിനകത്തുള്ളൂ, അതായത് ഫസ്റ്റ് ഓപ്ഷൻ. ബാക്കിയെല്ലാം ഡിയുടെ തെറ്റാ. ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത് എനർജി റിലേറ്റഡ് ആണ്, അതായത് സോളാർ എനർജി റിലേറ്റഡ്. അപ്പൊ ക്ലീൻ ആൻഡ് അഫോർഡബിൾ എനർജി ആണ് അവിടെ വരുന്നത്. സോ ഡി എന്ന് പറയുന്നത് 1. ഇനി ബാക്കി നോക്കാലോ. എ എന്ന് പറയുന്നത് 2. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ആണ്. പിന്നെ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഫേസ് ഔട്ട് ഓഫ് ക്ലോറിനേറ്റഡ് കോമ്പൗണ്ട്സ്. പിന്നെ പാരീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. അപ്പൊ ഈ ഒരു രീതിയിലാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ആവറേജ് തിക്നെസ് ഓഫ് ഓസോൺ ലെയർ? ഇത് പഠിച്ചു വയ്ക്കുക. ഓസോൺ ലെയറിന്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് ബി, ഓപ്ഷൻ ബി, <1 സെന്റിമീറ്റർ ആണ് ഓസോൺ ലെയറിന്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത്. ഇനി ലീച്ചേറ്റ്സ്, ഇതും വാട്ടർ പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലീച്ചേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ആണോ? എ, ആൽഗെ ഫൗണ്ട് ഓൺ യൂട്രോഫിക് ലേക്സ്, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് അല്ല. ഓപ്ഷൻ ഡി, കണ്ടാമിനേറ്റഡ്. ലീച്ചേറ്റ്സ് എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ലിക്വിഡ് ഡ്രെയിനിങ് ഫ്രം ലാൻഡ് ഫിൽസ്, അതായത് ലാൻഡ് ഫിൽസിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന, ഡ്രെയിൻ ചെയ്തു വരുന്ന കണ്ടാമിനേറ്റഡ് ലിക്വിഡിനെയാണ് ലീച്ചേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി മാച്ച് ദ ഫോളോയിങ്. ഇതും എന്താണ്? വാട്ടർ പൊല്യൂഷനിൽ നിന്നും വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള pH വാല്യൂവിന്റെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മൾക്ക് ചോദിക്കും. pH വാല്യൂ വെച്ചിട്ടുള്ള ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതായത് നോർമൽ വാട്ടർ, വാട്ടറിനും pH വാല്യൂ. നോർമൽ വാട്ടർ ഏതാണ്? നോർമൽ വാട്ടറിന്റെ pH വാല്യൂ എത്രയാണ്? 7. pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്, അതായത് ഓപ്ഷൻ 4. ഇനി റെയിൻ വാട്ടറിന്റെ pH വാല്യൂ എത്രയാണ്? 5 to 6 ആണ് റെയിൻ വാട്ടറിന്റെ pH വാല്യൂ, അതായത് ഓപ്ഷൻ ബി. സി, ആസിഡ് റെയിൻ വാട്ടർ, അസിഡിറ്റി വരുമ്പോൾ എത്രയാണ്? <5, അതായത് സി <5 ആണ് ഫസ്റ്റ് വൺ, ഓപ്ഷൻ 1. ഡി എന്ന് പറയുന്നത് 2. ഓഷ്യൻ വാട്ടർ എന്ന് പറയുന്നത് സലൈൻ വാട്ടർ ആണ്, അതായത് <7, greater than 7 വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. നോർമൽ വാട്ടറിന്റെ pH വാല്യൂ 7, റെയിൻ വാട്ടർ വരുമ്പോൾ 5 to 6, ആസിഡ് റെയിൻ വാട്ടർ എന്ന് പറയുമ്പോൾ അസിഡിക് ആണ്, വാട്ടർ എന്ന് പറയുന്നത് അസിഡിക് ആണ്. അപ്പൊ സി എന്ന് പറയുന്നത് 1 <5 ആണ്. പിന്നെ ഡി, ഓഷ്യൻ വാട്ടർ എന്ന് പറയുന്നത് ഉപ്പാണ്, അല്ലേ, സോൾട്ട്, ആൽക്കലിനിറ്റി ആണ്. അപ്പൊ ഡി എന്ന് പറയുന്നത് 2 <7 ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. 2 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് മെർക്കുറി പോയ്സണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മെർക്കുറി പോയ്സണിങ്ങും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്ലൂ ബേബി സിൻഡ്രോം പറഞ്ഞില്ലേ, മെത്മോഗ്ലോബിനീമിയയുടെ കേസ്, അതേപോലെ തന്നെയാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള മെർക്കുറി പോയ്സണിങ്ങിന്റെ ഭാഗത്തെയും ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് 1, എക്സ്പോഷർ ടു മെർക്കുറി ക്യാൻ ബി ഐദർ ത്രൂ ഫുഡ് ചെയിൻ ഓർ ഇൻ ദ വർക്ക് പ്ലേസ്. സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞിട്ടുള്ളത് poisoning by inorganic mercury, particularly vapors, result in the damage to the central nervous system. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, മെർക്കുറി എക്സ്പോഷർ, നമ്മൾ എങ്ങനെയാണ് മെർക്കുറിക്ക് എക്സ്പോസ് ആവുന്നത്, നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് മെർക്കുറി വരാൻ സാധ്യത? ഫുഡ് ചെയിൻ, ഓക്കെ, ഫുഡ് ചെയിൻ വഴി വരാം, അല്ലെങ്കിൽ വർക്ക് പ്ലേസ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ നിന്നും നമ്മൾക്ക് എന്താ മെർക്കുറി പോയിസണിങ് അല്ലെങ്കിൽ മെർക്കുറി എക്സ്പോഷർ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, പോയ്സണിങ് ബൈ ഇനോർഗാനിക് മെർക്കുറി, അതായത് പർട്ടിക്കുലർലി വേപ്പേഴ്സ്, മെർക്കുറി പോയ്സണിങ്, ഇനോർഗാനിക് മെർക്കുറിയിൽ നിന്ന് നമ്മളുടെ പോയ്സണിങ് എന്ന് പറയുമ്പോൾ അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ വരെ ഡാമേജ് ചെയ്യാം. അതും കറക്റ്റ് ആണ്. മെർക്കുറി പോയ്സണിങ്ങിന്റെ കേസിൽ കറക്റ്റ് ആണ്. പോയ്സണിങ് ബൈ ഇനോർഗാനിക് മെർക്കുറി, അതായത് പർട്ടിക്കുലർലി വേപ്പേഴ്സ്, മെർക്കുറി വേപ്പേഴ്സിൽ വരുമ്പോൾ ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ഡാമേജ് ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ, both statement 1 and statement 2 are true.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. കണ്ടോ, ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ വിഷനും ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ മിഷനും തന്നിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വിഷൻ പറഞ്ഞിട്ടുണ്ട്, ലെറ്റസ് ടുഗദർ മേക്ക് ദ സൺ ബ്രൈറ്റർ. വിഷൻ കറക്റ്റ് അല്ലേ? അതുപോലെ മിഷൻ, എവറി ഹോം ഹൗ ഫാർ അവേ വിൽ ഹാവ് എ ലൈറ്റഡ് ഹോം. രണ്ടും കറക്റ്റ്. അപ്പൊ മിഷനും വിഷനും കറക്റ്റ് ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. മിഷൻ എന്താണെന്ന് നമുക്കറിയാം, ലെറ്റസ് ടുഗദർ മേക്ക് ദ സൺ ബ്രൈറ്റർ. മിഷൻ എന്ന് പറയുമ്പോൾ എവറി ഹോം ഹൗ ഫാർ അവേ വിൽ ഹാവ് എ ലൈറ്റഡ് ഹോം. അപ്പം രണ്ടും കൂടെ ചിലപ്പോൾ തിരിച്ചു തരും. വിഷന്റെ സ്ഥാനത്ത് മിഷനും മിഷന്റെ സ്ഥാനത്ത് വിഷൻ തരും. അത് ചിന്തിച്ചോണം, അത് ശ്രദ്ധിച്ചോണം. വിഷനാണോ മിഷനാണോ തന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് കറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് 1 ആൻഡ് 2 ആർ ട്രൂ. ഓക്കെ, അപ്പൊ എല്ലാ ഭാഗത്തു നിന്നുള്ള PYQs നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഫാക്ട്സും നമ്മൾ എന്താണ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതലും എന്താ, നിങ്ങൾ മോർ PYQs ഡിസ്കസ് പഠിക്കണം, പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റ്സിന്റെ വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് പോകണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, ഇനി നമ്മളുടെ നെറ്റ് പോലെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ PSC. അപ്പം PSC ആസ്പിറൻസ്, നമ്മുടെ കേരള PSC ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള കുറേ നല്ല അടിപൊളിയായിട്ടുള്ള കോഴ്സസ് ഒക്കെ നമ്മളുടെ അക്കാഡമിയിൽ എന്താണ് ലോഞ്ച് ആയിട്ടുണ്ട്. ഫാൽക്കണെക്സിന്റെ 900 ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. 1 ഇയർ വാലിഡിറ്റി ആണുള്ളത്. എന്താണ്, 999 രൂപയാണ് അതിന്റെ ചാർജ് എന്ന് പറയുന്നത്, ഫീസ്. 500 അവർ പ്ലസ് ക്ലാസ്സസ്, സിലബസ് വൈസ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്. നവംബർ 12 തൊട്ട് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. സോ എന്താണ്, ഡിഗ്രി പ്രിലിംസും ഡിഗ്രി ലെവൽ എക്സാമുകളും അതുപോലെ PSC ക്രാക്ക് ചെയ്യാൻ പോകുന്നവരൊക്കെ തന്നെ ജോയിൻ ചെയ്യുക. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. എന്താണ്, ജോയിൻ ചെയ്യാൻ സമയമുണ്ട്. 12 നവംബർ തൊട്ട് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. സോ എത്രയും പെട്ടെന്ന് എന്താ ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഓൾ കേരള PSC എക്സാമിന്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ദേവസ്വം ബോർഡ് 10th ലെവൽ 12th ലെവൽ ഡിഗ്രി ലെവലിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ മാത്രമായിട്ടുള്ള സെക്ഷൻ PYQs GK 40 hours ക്ലാസ് സെക്ഷൻസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിനകത്ത് തന്നെ ബ്രഹ്മാസ്ത്ര 1 ബ്രഹ്മാസ്ത്ര 2.0 ഉണ്ട്. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 399 ആണ്. 80% ഓഫ് ആണ് മറ്റേ ചാർജിൽ നിന്നും. 399 ആണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എന്താണ് നമ്മൾക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുന്നത്. സോ ആ ഒരു ക്ലാസ്സസിലും ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കണം. നമ്മളുടെ ഓൾറെഡി ഉണ്ടായിരുന്നു വിദ്യാരംഭം 2.0യുടെ ലോങ് ടേം ഫൗണ്ടേഷൻ ബാച്ച് നവംബർ 11 ക്ലോസ് ആവുകയാണ്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ 11 തീയതി വരെ എന്താണ് ടൈം ഉണ്ട്. അത് ജോയിൻ ചെയ്യാനുള്ള സമയമാണ് നവംബർ 11. നവംബർ 11 അത് ക്ലോസ് ചെയ്യും. അപ്പൊ എന്താണ് 499 ആണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് 500 hours ഓഫ് ക്ലാസ്സസ് ഉണ്ട്. കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LDC ബെഫ്കോ, LDC 2027 ഇത് ജോയിൻ ചെയ്യാനുള്ള സമയം നവംബർ 11 ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരു ന്യൂ ബാച്ച് ഈ വിദ്യാരംഭം 2.0യുടെ ലോങ് ടേം ഫൗണ്ടേഷൻ ബാച്ച് പുതിയതായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പണിംഗ് സൂൺ ആണ്. അതിൽ ഈ പറഞ്ഞിട്ടുള്ള കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LDC ബെഫ്കോ, LDC 2027 ഒക്കെ എന്താണ് ഉണ്ട്. 500 അധികം ക്ലാസ്സസ് ഉണ്ട്. 699 ആണ് അതിന്റെ റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നവംബർ 11 ജോയിൻ ചെയ്യാനുള്ള ഇത് ക്ലോസ് ആകും. അതിനോടൊപ്പം പുതിയ നമ്മളുടെ ഒരു ഓപ്പണിംഗ് ബാച്ച് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അത് 699 ആണ്. അത് ഓപ്പണിംഗ് സൂൺ ആണ്. ഇത് 11 തീയതി ആകുമ്പോഴത്തേക്ക് ടൈം ജോയിൻ ചെയ്യാനുള്ള കഴിയും. ജോയിൻ ചെയ്യാനുള്ളവരെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 499 ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ സെക്ഷൻ ആയിരുന്നു ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ആൻഡ് എഫോർട്സ്. നെറ്റിന് മാത്രമല്ല മിക്ക കോമ്പറ്റീറ്റീവ് എക്സാമിൻസിനും എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ്സസ് കാണുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. പല രീതിയിൽ ചോദിക്കാം, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഇത്തരത്തിലുള്ള എഗ്രിമെന്റ്സ് എഫോർട്സിൽ നിന്നൊക്കെ എന്തായാലും ഉറപ്പാണ്, ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് പോലുള്ളതിനൊക്കെ എങ്ങനെ പോയാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഏതൊക്കെ സിലബസ് വൈസ് ആയിട്ട് നോക്കുന്നതിലുപരി ഏതൊക്കെ യൂണിറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് നോക്കി പഠിക്കണം. പിന്നെ മറന്നു പോകരുത്, ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഇതൊക്കെ ഓരോ ഡേറ്റാസ് പുതിയതായിട്ട് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത് എപ്പോഴും ചെക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്.
സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ വരും. ഈ ചാനൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ കിട്ടും. ടൈം ലാഗ് ഒന്നും ഇല്ലാതെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു സെക്ഷൻ ഇത്രയേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക, അത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാര്യങ്ങൾ മനസ്സിലാക്കി ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് അതിനെ ഫോക്കസ് ചെയ്ത് കൂടുതൽ പഠിച്ചു പോവുക. സോ താങ്ക് യു.